താങ്ക് യു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ആത്മീക യുദ്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് യഹോവയുടെ പെട്ടകം. പെട്ടകത്തിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? പെട്ടകത്തിൽ അഹരോന്റെ തളിർത്തവടി, മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, കൽപ്പലകകള്. മന്നയിട്ട പൊൻപാത്രം എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ നല്ലത് പൊൻപാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞാൽ മന്നയ്ക്കാ സ്ഥാനം. മന്നയ്ക്കാണ് സ്ഥാനം. മന്ന ഇട്ട് വെച്ച പൊൻപാത്രം എന്ന് പറയുമ്പോൾ പൊന്നുകൊണ്ടുള്ള പാത്രം ആയതുകൊണ്ടാണ് പ്രാർത്ഥത്തിനാണ്. അപ്പൊ അത് ട്രാൻസ്ലേഷൻ എഴുതുമ്പോൾ പൊൻപാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന മന്ന. ഓക്കെ. മന്ന എന്തിനാണ് സൂക്ഷിക്കാൻ പറഞ്ഞത്? തലമുറകൾക്ക്. മക്കള് ചോദിക്കുമ്പോൾ ഇതെന്താകുന്നു എന്ന് അവര് ചോദിക്കുമ്പോൾ 41 വർഷം മരുഭൂമിയിൽ ദൈവം നമ്മളെ നടത്തിയത് തലമുറകളെ. അപ്പൊ ദൈവത്തെ അനുഭവിച്ച ഒരു തലമുറയുടെ സാക്ഷ്യം. ഓക്കെ. അഹ്റോന്റെ തടുത്ത വടി എന്തിനെ കാണിക്കുന്നതാണ്? മത്സരികളായ കണ്ണട വടി ഉണ്ടാകുന്നില്ല. ഉത്തരം ആർക്കും പറയാം. മത്സരത്തിന്റെ മത്സരത്തിന്റെ അതെ പറഞ്ഞേ. വീഡിയോ നൈസി ഒന്ന് ഓൺ ചെയ്ത്, വീഡിയോ ഓൺ ചെയ്ത് കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് വന്നു, ബഹറിലോട്ട് വന്നു. ഓക്കെ. യാ ഫൈൻ. അപ്പൊ മത്സരത്തിന്റെ എന്താണ് ബാക്കി കൂടെ പറയൂ. ആരും ഒരാള് എന്താണ് അധികാരത്തിന്റെ എന്ന് പറഞ്ഞു? ആരാണത്? ഓക്കെ ചിച്ചി ബ്രദർ. അധികാരത്തിന്റെ എന്നുള്ളതിനോട് കൂടെ കുറച്ചുകൂടെ ചേർക്കാം. ദൈവം നമുക്ക് ശുശ്രൂഷയിൽ നൽകിയിരിക്കുന്ന അധികാരത്തിന്റെ അടയാളം അതാണ്. കർത്താവാണ് നമ്മളെ ശുശ്രൂഷ പരമേൽപ്പിച്ചത് എന്നതിന്റെ ഒരടയാളമാണ്. എന്ന് പറഞ്ഞാൽ 17 സംഖ്യ 17:5 ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. അതാണ്. അപ്പം ഈ കോരഹും കൂട്ടരും അവര് 250 പേരാണ് മോശയോടും അഹ്റോനോടും മത്സരിച്ചത്. മത്സരത്തിൽ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം ഈ ഇവർക്ക് മോശയ്ക്കും അഹ്റോനും മാത്രമേ ഉള്ളൂ ഈ അധികാരം, ഞങ്ങൾക്കും ഞങ്ങളിലൂടെയും ദൈവം സംസാരിക്കുകയില്ലേ? അപ്പൊ ഞങ്ങളെയും ശുശ്രൂഷ പരമേൽപ്പിച്ചിട്ടില്ലേ? സ്വാഭാവികമായിട്ടും ആത്മീക യുദ്ധക്കളത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണത്. അങ്ങനെ വരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കേണ്ട, അതിനായി കാത്തിരിക്കുകയും വേണ്ട. പക്ഷെ വന്നാൽ നമ്മളത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നമേ ദൈവം പറയുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ, മുൻകൂട്ടി പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ നമ്മളെ ഒരുക്കിയെടുക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ അങ്ങനെ പലതും പറഞ്ഞ് ഒരുക്കിയെടുക്കുമായിരുന്നു. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. ഞാൻ കർത്താവ് ആരെയാണോ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ആരെയാണോ ശുശ്രൂഷ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്, അവരെ അവരുടെ ശുശ്രൂഷയിലുള്ള ദൈവികതയും ദൈവിക ആധികാരികതയും ദൈവം തന്നെ വെളിപ്പെടുത്തും. അതാണ് അത് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത് എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തിനാണ് കൽപ്പലക? മോശയുടെ ന്യായപ്രമാണങ്ങൾ എഴുതിയ കൽപ്പലക എന്തിനെ കാണിക്കുന്നു? കൽപ്പലക ന്യായപ്രമാണത്തെ കാണിക്കുന്നു. ന്യായപ്രമാണം എന്തിനെ കാണിക്കുന്നു? ദൈവത്തിന്റെ ഉപദേശം, കൽപ്പനകൾ. ദൈവകൽപ്പനകൾ ഉള്ള സഭ എന്ന് പറഞ്ഞാൽ ഉപദേശം പഠിപ്പിക്കുന്ന സഭയായിരിക്കണം നിങ്ങളത്. ശരിക്കും ഒരു ദൈവസഭ എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതവും വചനാധിഷ്ഠിതവുമായിരിക്കണം. Christian church should be Christ centered and word centered. വചനാനുസൃത
ക്രിസ്തു കേന്ദ്രീകൃത സഭ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവിടെയാണ് കാര്യങ്ങൾ. അപ്പം അഹറോൻ 40 ദിവസം ഈ ജനത്തെ നയിച്ചു മരുഭൂമിയിൽ. നമുക്കറിയാം, കാരണം മോശ പർവ്വതത്തിൽ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്ന 40 ദിവസം അഹറോനായിരുന്നു ഉത്തരവാദം, അല്ലെങ്കിൽ ഇൻചാർജ് എന്നൊക്കെ പറയുന്ന പോലെ. ഈ അഹറോൻ ജനത്തെ നടത്തിയ സമയത്തുണ്ടായ പ്രത്യേകതകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജനം തിന്നാനിരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അതാണ്. അപ്പൊ അവർക്ക് വലിയ സന്തോഷമാ. തിന്നാനിരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അവിടെ ഇല്ല. വന്ന് 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 പല ചർച്ചകളും അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആകരുത്. അതാണ് നമ്മുടെ ക്ലാസിന്റെ ഉദ്ദേശം. പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം. ഇനി അവിടെ ഉപദേശം കൊണ്ടുവന്നത് ആരായിരുന്നു? അവിടെ അഹറോൻ സഭയെ നടത്തിയപ്പോൾ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കുന്നത്, ജനം ആവശ്യപ്പെടുന്നതാണ് അഹറോൻ നിവർത്തിച്ചു കൊടുത്തത്. അഹറോൻ ഉപദേശിച്ചിരുന്നത് ജനത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്. ഞങ്ങളെ നടത്താൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ഉടനെ അഹറോൻ അവര് ഒരു ദൈവത്തെ ഉണ്ടാക്കി കൊടുത്തു, കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ജനം ആവശ്യപ്പെടുന്നത് പോലെ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം സഭയെ കെട്ടഴിച്ചു വിടുന്ന ഒരു പ്രവണതയായിരുന്നു, രീതിയായിരുന്നു അഹറോൻ ഈ ദിവസങ്ങളിൽ കൊണ്ടുവന്നിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കിലേക്ക് മാറി നിൽക്കട്ടെ. അതാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കിലേക്ക് മാറി. അപ്പം ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടു. പുതിയ നിയമത്തിൽ അതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആർക്ക് പറയാം എവിടെയാണ്, എന്താണ് വചനം? ഈ കെട്ടഴിഞ്ഞു പോകുന്നതിന്, കെട്ടഴിച്ചു വിടുന്നതിന് ദൈവവചനം ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത്തരം പ്രവണതകളെ. അത് ഞാൻ ചോദിച്ചത്. ആർക്ക് പറയാം ഏതാണ് വചനം? ആരെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? ആ, എന്ന് പറഞ്ഞാൽ കെട്ടഴിഞ്ഞു എന്ന് വെച്ചാൽ അതുപോലെ അതിനെതിരായി ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ജനം ആഗ്രഹിക്കുന്നത്, അവർക്ക് പല ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ അതിന് മധ്യത്തിൽ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് പറയുന്നത്. യേശു കർത്താവ് യെരുശലേം ദേവാലയത്തില് ചെന്നപ്പോൾ അതൊക്കെ കർത്താവ് ദേവാലയത്തെ ശുചീകരിച്ചു. അത് കൂടാതെ ലേഖനങ്ങളിൽ കാണാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞു. ഓക്കെ, അവിടെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമുക്കറിയാം, നമ്മൾ വായിക്കുന്നല്ലേ, മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവർ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുന്ന കാലം വരും. നീയോ വചനം പ്രസംഗിക്കുക. അങ്ങനെ തുടങ്ങുന്നു. വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക, തർജ്ജനം ചെയ്യുക, ശാസിക്കുക. അവർ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുന്ന കാലം വരും. കർണരസം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഇമ്പം, രസം, കളിതമാശ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ളത് കേൾക്കാനാണ് ജനത്തിന് ഇഷ്ടം. കർണരസമാകുമാറ് പ്രസംഗിക്കുന്നവരെയാണ് ഇഷ്ടം. പക്ഷെ നീ പറയേണ്ടത് എന്താണ്? വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. ഓക്കെ, അപ്പം ഉപദേശം പറയുന്ന, പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ, ഒരു ചർച്ച ആയിരിക്കണം നിങ്ങളുടേത്, എന്നും എവിടെയും അവസാനം വരെ. ഓക്കെ, ആ കാര്യം നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ്. ഇനി എഫ്.എസ്. ലേഖനം എല്ലാവരും എടുക്കുക. ആരെങ്കിലും ഒരാൾ വായിക്കുക. 6-ാം അധ്യായം 10 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങൾ. 16, 17.
നമ്മൾ നമുക്ക് ദൈവം തരുന്ന അല്ലെങ്കിൽ ആത്മീയ യുദ്ധത്തിലെ ആയുധങ്ങൾ എന്തൊക്കെയാണ്? ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ, ശത്രുവിനോടുള്ള യുദ്ധത്തിൽ നമ്മൾക്ക് ദൈവം തരുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ ആയുധങ്ങൾ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കത് തരികയും കൂടെയാണ്. ഇന്ന് മുതൽ ഓരോ ആയുധങ്ങൾ തരും. അത് അന്നേരം മേടിച്ച് ഓരോരുത്തരും മേടിച്ച് ആയുധം ധരിച്ചോണം. ഓക്കെ. ശത്രു സാത്താനോടുള്ള യുദ്ധത്തിൽ, മനുഷ്യരോടല്ല സാത്താനോട് ഉള്ള യുദ്ധത്തിൽ. എഫേസ്യർ 6:10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവേ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. ഒരു മിനിറ്റ്. ഇവിടെ ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളണം. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം. നമ്മൾ ശക്തിപ്പെടേണ്ടത് എപ്പോഴും, ബലപ്പെടുന്നത് എപ്പോഴും ദൈവത്തിലായിരിക്കണം, ദൈവവചനത്തിലായിരിക്കണം. യഹോവയിൽ ബലമുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ക്രിസ്തുവിൽ ശക്തിപ്പെടുക ഈ യുദ്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. യുദ്ധത്തിന്റെ ജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. പുരുഷന്റെ ഉരുക്കളിലും ദൈവം പ്രസാദിക്കുന്നില്ല. തന്റെ ദയയിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരുമേൽ യഹോവ പ്രസാദിക്കും. പുരുഷന്റെ ഉരുക്കളിൽ എന്ന് പറഞ്ഞാൽ കാലാൽപ്പടയുടെ എണ്ണമാണ് പഴയ കാലങ്ങളിൽ യുദ്ധത്തിന് ജയസാധ്യത അവർ നോക്കുന്നത്. എത്ര ലക്ഷം കാലാൽപ്പട തനിക്കുണ്ട്, പിന്നെ കുതിരകള്, പിന്നെ എണ്ണുന്നത് രഥങ്ങളാണ്. ഓക്കെ. അപ്പം ഈ ജയത്തിന് കുതിര വ്യർത്ഥമത്ര എന്നാണ് നമ്മളുള്ള ബന്ധത്തിൽ പറയുന്നത്. ഇനി കുതിര ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മിസ്രൈമിലായിരുന്നു. ഏറ്റവും പ്രയോജനകരമായ മുന്തിയിനം കുതിരകൾ ലഭ്യമായിരുന്നത് മിസ്രൈമിലായിരുന്നു. മിസ്രൈമിൽ കുതിരകൾ കൊണ്ട് വന്ന പല രാജാക്കന്മാരും ഇസ്രായേലിന്റെ നിസ്സാരമായ സൈന്യത്തിന് മുന്നിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ കരം ഇസ്രായേലിന് അനുകൂലമായിരുന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദൈവത്തിൽ ബലപ്പെടണം. അതുകൊണ്ടാണ് ദാവീദ് യുദ്ധം ചെയ്യുമ്പോൾ നമുക്കറിയാം, ദാവീദിന് സത്യത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ, വസ്ത്രം, പട്ടാളക്കാരുടെ വസ്ത്രമുണ്ട്, ബൂട്ടിടുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം കെട്ടണം. ശരിക്കും പറഞ്ഞാൽ കാൽച്ചട്ട എന്ന് ഇട്ടുകൊണ്ട് നടക്കാൻ പോലും ദാവീദിന് അറിയത്തില്ല. പരിച പിടിക്കാൻ അറിയത്തില്ല, വാൾ ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇതൊന്നും അറിയത്തില്ലാത്ത ആള് പറയുകയാണ്, ഞാൻ യുദ്ധം ചെയ്യിക്കും, ഈ ഫെലിസ്തീനെ ഞാൻ കൊല്ലും, അവനെ ഒന്ന് കൊന്നു മുടിക്കും, ഉറപ്പാണ്. അപ്പൊ ശൗല് പറയുന്നത്, നീ ബാലനാണ്, ഒന്നുകൂടെ നീ ചിന്തിക്കണം, നിന്റെ പ്രതിയോഗി ബാല്യം മുതൽ യോദ്ധാവാണ്. നമ്മുടെ ആൾക്കാരുടെ പലരുടെയും ഒരു പ്രശ്നം അതാ. യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നവരെ ഒരു വിധത്തിലും കറേജ് ചെയ്യുകയോ ധൈര്യപ്പെടുത്തുകയല്ല. ആത്മീക ശുശ്രൂഷകരെ പലപ്പോഴും അധൈര്യപ്പെടുത്തുന്ന വാക്കുകളായിരിക്കും നിങ്ങൾ അധികവും കേൾക്കുന്നത്. ഓർത്തോണം. വളരെ ചുരുക്കമായിരിക്കും നമ്മളെ സഹായത്തിന് അല്ലെ ബലപ്പെടുത്തുന്ന, എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ, അല്ലെങ്കിൽ പ്രോത്സാഹനം തരുന്ന ചുരുക്കം പേരേ നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ കണ്ടെത്തുകയും. അതിനേക്കാൾ എത്രയോ മടങ്ങായിരിക്കും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരും അധൈര്യപ്പെടുത്തുന്നവരും. ഇവിടെ രാജാവ് പറയുകയാണ്, നീ ഒരു ബാലനാണ്, അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. ഉണ്ടോ അതിന്റെ ആ ശൈലി, പ്രൈസ്, അതിന്റെ എന്താണ് നമ്മൾ അതിന് പറയുന്നത്, നല്ലൊരു ശൈലിയാണത്. ദാവീദിന് അത് അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ദാവീദിന്റെ ബലം യഹോവയിലാണ്. ദാവീദ് ഉടനെ മറുപടി കൊടുത്തു, ഞാൻ അപ്പന്റെ ആട് മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും ഒന്നും ആടിനെ പിടിച്ചു. ഞാൻ അതിന്റെ പുറകെ ഓടി അതിനെ അടിച്ച് ആടിനെ ജീവനോടെ രക്ഷിച്ചു. അതെന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിന്റെ താടിക്ക് പിടിച്ചടിച്ച് അതിനെ കൊന്നു. സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം ഈ ഫെലിസ്തീന്റെ കയ്യിൽ നിന്നും ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. നോ ഡൗട്ട്. ബലം ആരിലാണ്? യഹോവയിലാണ്.
പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നിങ്ങളെ ശുശ്രൂഷ ദൈവം വരമേൽപ്പിച്ചാൽ അത് നിങ്ങളുടെ ബലം കണ്ടല്ല, നമ്മുടെ കഴിവ് കണ്ടല്ല, നമ്മുടെ ആസ്തി കണ്ടല്ല ശുശ്രൂഷ വരമേൽപ്പിക്കുന്നത്. അത് കൃപയാലാണ്, കരുണയാലാണ് നമ്മളെ അങ്ങനെ ദൈവം ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിക്കുമ്പോൾ തന്നെ നമ്മളിലൂടെ വിജയം വരിക്കാൻ ദൈവം തന്നെ പ്രവർത്തിക്കും. ദൈവം നമ്മളോട് കൂടി ഇരുന്ന് പ്രവർത്തിക്കും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം നിങ്ങൾ അവസാന വാക്യം വായിക്കണം. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പൊ നമ്മളുടെ ബലം എന്ന് പറയുന്നത് എന്തായിരിക്കണം? കർത്താവിലായിരിക്കണം. ആത്മീക യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന ഒരു പോരാളി അറിഞ്ഞിരിക്കണം നമ്മളുടെ ധൈര്യം, നമ്മുടെ പ്രത്യാശ. നിങ്ങൾ ഏത് മിനിസ്ട്രി ചെയ്താലും, ഏത് ശുശ്രൂഷ ചെയ്താലും അതിൽ വിജയം കർത്താവ് നിങ്ങൾക്ക് നൽകും. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരണം. ക്രിസ്തുവിൽ നിങ്ങൾ ആരംഭിക്കുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും വ്യർത്ഥമല്ല, അത് വ്യർത്ഥമാകുകയുമില്ല. കാരണം ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം നമ്മളെ പരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഒരു പരീക്ഷണശാലയിലേക്ക്, അല്ലെങ്കിൽ എന്താണ്, ഈ ബിസിനസ് തുടങ്ങുമ്പോൾ പലരും പലത് പരീക്ഷിക്കാറ്. ബിസിനസിന്റെ വിജയം പരാജയം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഇത് ഈ ഏറ്റവും കൂടെ ഒന്ന് നോക്കാം. അവർ വേറെ ചില ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ലാഭം ഇല്ലെങ്കിൽ, പരാജയപ്പെടുകയാണെങ്കിൽ ഒക്കെ അടുത്ത് തുടങ്ങാം. ഇങ്ങനെ വേലക്കാരെ പരീക്ഷിക്കാനായിട്ട് ഫീൽഡിലേക്ക് ഇറക്കി വിടുകയല്ല. നമുക്ക് അങ്ങനെ നമ്മളിലൂടെ ദൈവം നിരന്തരം പരീക്ഷണം നടത്തി അവസാനം വിജയിക്കുന്ന ഒരാളെ കൊണ്ട് ചെയ്യിക്കുക, ഇങ്ങനെ ഒരു പദ്ധതിയെ ദൈവത്തിനില്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ മേലിൽ വർദ്ധിച്ചു വരുന്നവരാകണം. ദാറ്റ്സ് ഓൾ. അപ്പം കർത്താവിൽ ബലപ്പെടണം. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ഉടനീളം ഇത് നമുക്ക് കാണാൻ പറ്റും. പത്രോസ് സുന്ദരം എന്ന ദേവാലയ കവാടത്തെങ്കിൽ ഇരുന്ന ഭിക്ഷക്കാരനോട് പറയുന്നത് വാക്ക് ശ്രദ്ധിക്കണം. വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പത്രോസ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് പത്രോസിന്റെ ആസ്തി കൊണ്ടല്ല, പത്രോസിന്റെ ബലം കൊണ്ടല്ല, പത്രോസിന്റെ വിദ്യാഭ്യാസമല്ല. അറിയാലോ, പത്രോസും യോഹന്നാനും സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തവരേ അല്ല. അപ്പോസ്തലപ്രവൃത്തി 4:13 അവർ സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ തന്റെ ജ്ഞാനമോ കഴിവോ ഒന്നുമല്ല പത്രോസിന്റെ ബലം. പിന്നെ വെള്ളിയും പൊന്നുമില്ല, നമുക്കറിയാം മുക്കുവനാണ്. ഇപ്പോഴും വെള്ളിയും പൊന്നും തനിക്കില്ല. എങ്കിലും എന്റെ ബലം, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയുടെ ബലം, അവർ ശുശ്രൂഷിക്കാൻ പോകുന്നത് അവർക്ക് പേടിയില്ല. എന്താണ് പറയുന്നത്? എങ്കിലും എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം, അതാണ് എന്റെ ബലം, എന്റെ ധൈര്യം, എന്റെ കോട്ട, അത് ഞാൻ നിനക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. മുടന്തനുടനെ എഴുന്നേറ്റ് നടന്നു. പൗലോസ് പറയെ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവമായ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചു, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി സംഭവിക്കുകയില്ല. ഉറപ്പ് കൊടുക്കുകയാണ്. ഇവരുടെ എല്ലാം ബലമുണ്ടല്ലോ യേശു ക്രിസ്തുവിലാണ്. നമുക്ക് പലപ്പോഴും ആളും കൂട്ടവും ആരവവും കൂടുമ്പം, ഒരു ചർച്ചിൽ 50 പേരൊക്കെയായ ഒരു ധൈര്യമാണ്. 500 പേരുണ്ടെങ്കിൽ പിന്നെ നമുക്കങ്ങ് ധൈര്യം കൂടുക. 500 വേലക്കാർ ഒരുമിച്ച് ട്രാക്ട് കൊടുക്കാൻ പോകാനുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ പോകും. ഒരു 10-30 പേരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പരസ്യയോഗത്തിന് വേണമെങ്കിൽ നമ്മൾ പോകും. നല്ലതാണ്, അങ്ങനെ പോകരുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വ്യക്തിപരമായും ശുശ്രൂഷയ്ക്ക് ഒറ്റയ്ക്കും തനിച്ചും പോകേണ്ടി വന്നാലും അവിടെയും ധൈര്യത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ബലം ക്രിസ്തുവിലായിരിക്കണം. കർത്താവിൽ അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം. സ്നാപയോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒറ്റപ്പെടലുകൾ ഉണ്ടാവാം. ചില ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ വരാമെന്ന് പറഞ്ഞവർ വരാതെ ഇരിക്കാം. ഞാൻ ഒരിക്കൽ ട്രാക്ട് കൊടുക്കാനായിട്ട് ആദ്യം സുനാമി വന്നപ്പം ഞങ്ങൾ ദേവാസന്മാരെ പറഞ്ഞ് തീരുമാനിച്ചു, ഇവരാരും പറഞ്ഞ സമയത്ത് വന്നില്ല. സുനാമി കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലാണ് കൊച്ചി തോപ്പുംപടി ഏരിയ. സോ അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ചോദിച്ചപ്പോ, അയ്യോ പാസ്റ്റേ, അതെ വരാന്ന് പറഞ്ഞെങ്കിലും പറ്റില്ല പാസ്റ്റേ, വരാൻ പറ്റത്തില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിലത് എനിക്കറിയാം. ഓക്കെ, സോ എന്ത് ചെയ്യും? ആരുമില്ല.
ഞാൻ 2000 ട്രാക്ടർ ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് ഞാൻ പോയി തോപ്പുംപടി നിന്ന് ഞാൻ ട്രാക്ടർ കൊടുക്കുക. വന്നില്ല ദാറ്റ്സ് ഓൾ. ഞാൻ കൊണ്ടുപോയ 2000 ട്രാക്ടർ തീർന്നു. ആൾക്കാര് നിന്ന് അവിടെ വെയിറ്റ് ചെയ്ത്, ഒരാളല്ലേ കൊടുക്കാനുള്ളൂ. എന്റെ ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊടുത്ത് വരുമ്പോ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്ന് മേടിക്കുക. അപ്പൊ ആ ഒരു ഹെഡിങ്ങോട് ചേർന്ന ഒരു നല്ല ട്രാക്റ്റാണ് അന്ന് കൊടുത്തത്. അപ്പം പോകുന്നവർ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞാൻ കൊണ്ടുപോയത് പെട്ടെന്ന് തീർന്നു. ഞാൻ വീണ്ടും തോപ്പുംപടി, ഞാൻ താമസിക്കുന്ന ഏകദേശം ഒരു 10-12 കിലോമീറ്റർ. ഞാൻ വീണ്ടും സ്കൂട്ടർ ഓടിച്ച് വേഗം വീട്ടിൽ വന്ന് ബാക്കി ഉണ്ടായിരുന്നു എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ, ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ. ഇതൊന്നും ഇതുമായിട്ട് ഒരിക്കലും ഇവരൊക്കെ ചെയ്തതുമായിട്ട് ഒന്നൊരു സാമ്യം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു അനുഭവം പറഞ്ഞെന്നുള്ളൂ, ഒരു ചെറിയൊരു അനുഭവം. ആര് വന്നാലും ഇല്ലെങ്കിലും നമ്മളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണെന്ന് തിരിച്ചറിയുക, അതിനായി നാം ഒരുങ്ങുക. മനുഷ്യനിൽ ഉള്ളത് ഇന്നത് എന്ന് യേശു സ്വതവേ അറിഞ്ഞിരുന്നത് കൊണ്ട് തന്നെത്താൻ വിശ്വസിച്ച് ആരെയും ഭരമേൽപ്പിച്ചില്ല. പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. അപ്പൊ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ആ ഒരു ബലമായിരിക്കണം ഒരാത്മീക ഒരാളിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. ഇനി എന്തുകൊണ്ട് നമ്മൾ ആയുധം ധരിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. 11-ാം വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പിശാചിന്റെ തന്ത്രങ്ങൾ, സ്ട്രാറ്റജി, പ്ലാനിങ്, ഒത്തിരി പ്ലാൻസ് ഉണ്ട് പിശാചിന്. അതിനോട് എതിർത്ത് നിൽക്കണം. ഈ സാത്താന്റെ ശത്രുവിനോട് എതിർത്ത് നിൽപ്പിന്, എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ നിങ്ങൾക്കറിയാലോ, യുദ്ധത്തിൽ നമ്മൾ ശത്രു സൈന്യം വന്നാൽ ഏത് രാജ്യത്തെയും പട്ടാളക്കാര് അവരുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയല്ല. ശത്രു രാജ്യങ്ങള്, നമ്മുടെ അയൽവക്കം പാകിസ്ഥാൻ, ചൈനക്കാര്, പട്ടാളക്കാർ എന്നെ കാണല്ലേ, എന്നെ മറയ്ക്കണമേ എന്നും പറഞ്ഞ് ഏതെങ്കിലും പൊത്തുകളിൽ കയറി ഒളിച്ചിരിക്കുകയല്ല. പള്ളക്കാടുകളിൽ കയറി അവര് കാണാതെ ഇരുന്നാൽ ജീവനും കൊണ്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞു പോകുന്നവരല്ല യോദ്ധാവ്. ശത്രുവിനോട് എതിർത്ത് നിന്നാണ് രാജ്യം യുദ്ധത്തിൽ ജയം നേടുന്നത്. ശത്രുവിനെ കണ്ട് പേടിച്ചോടിയല്ല, ശത്രുവിന്റെ കരുണയല്ല. ശത്രു രാജ്യങ്ങൾക്ക് ഒരിക്കലും കരുണയില്ല. അവര് ദയ കാണിക്കുകയല്ല, അത് പ്രതീക്ഷിക്കരുത്. ശത്രുവിനോട് എതിർത്ത് നിൽക്കണം. പലരും പിശാചിനെ പേടിച്ച് ജീവിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. സത്യം പറഞ്ഞാൽ പേടിച്ചു കഴിയുന്നവരുണ്ട്. ദുഷ്ടം കാണാതെ എങ്ങനെ എവിടം വരെ എത്തിയത് ഒന്നും പറയണ്ട. തമ്പുരാൻ രക്ഷിച്ച് പിശാച് കാണാതെ, അങ്ങനെയൊക്കെ ഒരു വിധത്തില് കണ്ടായിരുന്നേ പിടിച്ചപ്പോഴേ വിഴുങ്ങിയേന്. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് കണ്ടില്ല, അതുകൊണ്ട് ഇവിടം വരെ എത്തിയതാ. ഇനി കണ്ടുപോയാൽ എന്ത് ചെയ്യും? ഫേസ് ടു ഫേസ് കണ്ടുപോയാൽ തീർന്നു. ഈ ചിന്ത തന്നെ പറിച്ച് മാറ്റിക്കളയണം. ഒരു യുദ്ധ കുതിരയുടെ സ്വഭാവത്തെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. യുദ്ധ കുതിരയ്ക്കൊരു സ്വഭാവമുണ്ട്, അതറിയാവോ? നിങ്ങൾ ഇയ്യോബിന്റെ പുസ്തകം 39-ാം അധ്യായം എടുത്ത് 39-ാം അധ്യായം, ഇയ്യോബ് 39-ാം അധ്യായം. ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. അവിടെ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, കുതിരയ്ക്ക് നീയാണോ ശക്തി കൊടുത്തത്? അതാണ്, കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്? 22 തുടങ്ങി, 21 തുടങ്ങി, അല്ല 19 തുടങ്ങി. 19-ാം വാക്യം, 39-ന്റെ 19. കുതിരയ്ക്കോ നീയോ ശക്തി കൊടുത്തത്? കുതിരയ്ക്ക് നീയാണോ ശക്തി കൊടുത്തത്? അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത്? അതിന്റെ കഴുത്തിന് കുഞ്ചിരോമം, അതിന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ കുഞ്ചിരോമം അതിനെ അണിയിച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഷോയാണ്, ഒരു എടുപ്പുണ്ട്. ഓക്കെ, പ്രൗഢഗംഭീരമാണ്. നിനക്ക് അതിനെ വെട്ടുകിളിയെ പോലെ ചാടിക്കാമോ? നിനക്ക് ഈ കുതിര വെട്ടുകിളിയെ പോലെയാ ചാടുന്നത്.
നിനക്ക് അങ്ങനെ അതിനെ ചാടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ചാടിക്കുന്നത് ഞാനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. അതിന്റെ ഹുങ്കാര പ്രതാപം അതാണ് ഭയങ്കരം. അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. ആയുധപാണികളെ എന്ന് പറഞ്ഞാൽ ആയുധവുമായി ഇങ്ങോട്ട് വരുന്ന ശത്രു സൈന്യത്തെ എതിർത്ത് അങ്ങോട്ട് ചെല്ലും. അതാണ് ഈ രാജകീയ തുരകത്തിന്റെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിരകളുടെ സ്വഭാവം. അതാണ് അതിന്റെ പ്രത്യേകത. അതാണ്. അതുകൊണ്ടാണ് അതിൽ കഴിവുള്ള യുദ്ധത്തിന് ശൗര്യവും വീര്യവും നിറഞ്ഞ കുതിരകളെയാണ് അവർ വില കൊടുത്ത്, എത്ര വിലയാണെന്ന് കൊടുത്ത് മേടിക്കും. അപ്പൊ ആയുധപാണികളെ എതിർത്ത് അങ്ങോട്ട് ചെല്ലുന്നു. അത് കൂശാതെ ഭയത്തെ പുച്ഛിക്കുന്നു. ഭയത്തെ കൂസാതെ അതിനെ എന്ത് ചെയ്യുന്നു? ഭയത്തെ പുച്ഛിക്കുന്നു. ഭയത്തെ പുച്ഛിക്കുന്നു. അതാണ്. അതിന് ഭയമില്ല, ഭയത്തെ കൂസുന്നില്ല, മൈൻഡ് ചെയ്യത്തില്ല, ഭയത്തെ പുച്ഛിക്കുന്നു. വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല. വാളിനോട് പിൻവാങ്ങി മണ്ടുന്നില്ല. മണ്ടുക, തിരിഞ്ഞോടുക. യുദ്ധത്തിന് എതിർ സൈന്യം വന്നാൽ വാള് കണ്ടാൽ ഒരിക്കലും തിരിഞ്ഞു ഓടുന്ന സ്വഭാവം കുതിരയ്ക്കില്ല. കുതിര മുമ്പോട്ട് ചാടത്തേ ഉള്ളൂ. വെട്ടുകൊണ്ട് ചത്താൽ ചത്തു. ഒരു കാരണവശാലും യുദ്ധക്കളത്തിൽ നിന്ന് കുതിര പുറകോട്ട് പോകത്തില്ല. ഈ പണ്ട് നമ്മളൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്കാരം അതാണ്. ഈ ഒരു ഭാഗത്തെ തോല് പൊളിച്ചിട്ട് ഒരുവൻ ചെണ്ടയ്ക്കകമേ പുക്കാൻ പെരുവഴി തന്നിൽ ഉരുണ്ടു തിരിച്ചു വലുതായുള്ള ഒരു ചെണ്ടക്കാരൻ. യുദ്ധം നടക്കുമ്പം തോറ്റ കക്ഷികള് ഈ ചെണ്ടയുടെ ഒരു ഭാഗത്തെ തോല് പൊളിച്ചിട്ട് ചെണ്ടയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് റോട്ടിൽ കൂടെ ഉരുണ്ട് പോയി രക്ഷപ്പെട്ടു. അപ്പം അധ്യക്ഷിന്റെ ദാവത് ചെയ്തു എന്നാണ്. ഈ വാള് യുദ്ധം വന്നപ്പം തോറ്റ് രഹസ്യത്തിൽ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെണ്ടക്കാരൻ ചെണ്ടയ്ക്കകത്ത് കയറി ഇരുന്ന് ഉരുണ്ട് രക്ഷപ്പെട്ട് പോയി. അതാണ്. അപ്പൊ വാളിനോട് ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ ചെണ്ടയാ, നമ്മൾ പള്ളിയിലടിക്കുന്നതല്ല. പണ്ട് കാലത്ത് അങ്ങനെയാണ് യുദ്ധത്തിനടിക്കുന്ന വലിയ ടൈപ്പ് ചെണ്ടകൾ, അതുപോലെ രണ്ടു വശത്തും കെട്ടി. ഓക്കെ. അപ്പൊ വാളിനോട് പിൻവാങ്ങി മണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഉണ്ടാകുന്ന വാള് കണ്ടാൽ ഒരിക്കലും പുറകോട്ട് പോവുകയില്ല. പിന്നെ അടുത്ത വാക്യം. അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലം കിലുകിലുക്കുന്നു. അറിയാലോ, മിന്നുന്ന കുന്തം എന്ന് വെച്ചാൽ മൂർച്ചയാക്കിയ കുന്തം. അതുപോലെ തന്നെ ആവനാഴി, കുന്തം ഇട്ടുവെക്കുന്ന, അമ്പുകൾ ഇട്ടുവെക്കുന്ന പാത്രം, ഇതൊക്കെ അതിനെതിരെ മിന്നുന്നു. അത് ഉഗ്രതയും കോപം പൂണ്ട് നിലം വിഴുങ്ങുന്നു. ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു. ഹാ ഹാ എന്ന് ചിലയ്ക്കുന്നു. പടയും പടനായകനെയും മുഴക്കവും ആർപ്പും ദൂരത്തു നിന്നും മണക്കുന്നു. ഉണ്ടോ? ഈ യുദ്ധത്തിനുള്ള കാഹളം കേട്ടാൽ അടങ്ങി നിൽക്കുകയില്ല. ഉടനെ അതിനെ എതിർത്ത് അങ്ങോട്ട് പാഞ്ഞു ചെല്ലും. അതാണ് ഈ രാജകീയ തുരകം. രാജാക്കന്മാർ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിരകളുടെ പ്രത്യേക സ്വഭാവമാണത്. എന്നതുപോലെ തന്നെ കർത്താവിന് നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ചില പ്രത്യേക സ്വഭാവ വിശേഷതകൾ വേണം. അത് തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാ. അത് നമുക്കുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയായി പുറത്തോട്ടൊന്നങ്ങ് ഇറങ്ങിയാൽ മതി. നമ്മളിലെല്ലാം ഈ പറയുന്ന സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ ദൈവം കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജന്മം തന്നപ്പോൾ തന്നെ ദൈവം തീരുമാനിച്ച ഒരു പേഴ്സണാലിറ്റി നമുക്കുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ. അപ്പൊ കുതിരയ്ക്ക് അത് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. രാജകീയ കാര്യങ്ങൾക്ക് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിരയ്ക്ക് അങ്ങനെ ചില സ്വഭാവ വിശേഷതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഈ ആത്മീയ യുദ്ധത്തിന് ആവശ്യമാണ്. അത് ദൈവം ശ്രദ്ധിക്കുന്നു. ആ വിഷയത്തിൽ ദൈവത്തിന് അറിവുണ്ട്. കാലേബ്, അവന് വേറൊരു സ്വഭാവമുണ്ട്. മോശയുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, യോബിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ സ്വഭാവങ്ങളും ആവശ്യമാണ് ദൈവത്തിനാണ്. അതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, നമ്മുടെ കാഴ്ചയിൽ തന്നെ നമ്മുടെ ശുശ്രൂഷ, നമുക്കുള്ള ശുശ്രൂഷ എന്താണെന്ന് പോലെ അറിയാൻ പറ്റും. ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബേപ്പൂര് ബാച്ചിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ ഞാൻ ഓരോരുത്തരെയും അവരുടെ ദൈവ വിളിയെ കുറിച്ച് അവരോട് പറയാറുണ്ട്. അത് തിരിച്ചറിയാൻ അവരെ സഹായിക്കാറുണ്ട്. ഓക്കെ.
പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവിൻ. അപ്പൊ സർവായുധ വർഗം ധരിക്കണം. സാത്താന്റെ അതിനോട് എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കുമ്പോൾ ജയിക്കണമെങ്കിൽ, എതിർത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. ഇതില്ലാതെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത്. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ശശി ബ്രദർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. അപ്പൊ നമ്മുടെ ശത്രു ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ശത്രുവിനെ തിരിച്ചറിയണം, ശത്രുവിന്റെ ആയുധങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം, അത് ഉപയോഗിക്കുന്ന വിധത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, അതിനെ പരാജയപ്പെടുത്താൻ ഏതായുധമാണ് നമ്മൾ ധരിക്കേണ്ടതെന്നുള്ള അറിവുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സമസൃഷ്ടങ്ങളായ മനുഷ്യരോടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. അവരോട് സമാധാനം ആചരിച്ച് ചെയ്യേണ്ടവരാണ് നമ്മൾ. കഴിയുമെങ്കിൽ എല്ലാവരുമായിട്ട് സമാധാനം ആചരിക്കുക എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ പൈശാചിക ശക്തിയോട്, വാഴ്ചകൾ, സാത്താന്റെ വാഴ്ചകള്, സാത്താന്റെ അധികാരങ്ങള്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, ഒരാളല്ല, അത് പലരാണ്. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് പറയുന്നത് അത്തിന്റെ സ്വർഗത്തിലല്ല, ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തികളെ കുറിച്ച് അവിടെ പറയുന്നത്. ശത്രുവിന്റെ ഇടത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ആകാശത്തിന്റെ അധിപതി, ആകാശമണ്ഡലങ്ങളിൽ സാത്താൻ ഇപ്പോഴും ആധിപത്യമുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കണം. മീഖായേൽ പറഞ്ഞു, നീ ദൈവഭാഗം നിന്നെ തന്നെ താഴ്ത്താൻ മനസ്സ് വെച്ച അന്ന് തന്നെ ഉത്തരം ലഭിച്ചതാണ്. പക്ഷെ 21 ദിവസം പാർസി പ്രഭു തടഞ്ഞു. പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും തടയപ്പെടുന്നതിന്റെ കാരണം ഈ ആകാശമണ്ഡലത്തിൽ സാത്താന്റെ ഒരു വലയം, ഒരു അധികാര മണ്ഡലമുണ്ട്. ഇനിയും വെളിപ്പാട് പുസ്തകത്തിൽ അവസാനം സാത്താനെ തള്ളിയിടുന്നത് കാണാം, ഭൂമിയിലേക്ക് വരുന്നത്. ഇപ്പോൾ സാത്താൻ പ്രവർത്തിക്കുന്നത്, ഭൂതങ്ങൾ ഭൂമിയിൽ ഊടാടുന്നുണ്ട്, എന്നാൽ ലൂസിഫറിന്റെ ആധിപത്യ മണ്ഡലം ഇപ്പോഴും ആകാശവായു മണ്ഡലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ കണ്ണുകൾ വലിച്ചടയ്ക്കുന്നത് പോലെ ഉറക്കത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ബൈബിൾ വായിക്കാനിരിക്കുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു ക്ഷീണം വരുന്നു. പ്രാർത്ഥനയെ തടയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് തടസ്സമായ ഒരു മേഘവലയം പോലെ ഒരു അന്ധകാര ശക്തിയുടെ വ്യാപാര മണ്ഡലം അനുഭവത്തിൽ അറിയാൻ പറ്റും. ഇതൊക്കെ അവിടെ അതാണ് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്യം, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എന്ന് പറഞ്ഞാൽ യുദ്ധ ദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ഒന്ന്, കർത്താവിന്റെ ദിവസം വരുമ്പോൾ ഉറച്ചു നിൽക്കണമെങ്കിൽ, ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ധരിക്കേണ്ടത്? ശത്രുവിനോട് എതിർത്ത് നിൽക്കാനാണ്. ആരാണ് നമ്മുടെ ശത്രു? എവിടെയാണ് നമ്മുടെ ശത്രുവിന്റെ സ്ഥാനം? സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ, ഈ ഇരുളിന്റെ അധികാരം, വാഴ്ചകള്, അധികാരങ്ങള്, അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങള്, ഇതിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ യുദ്ധത്തിന്റെ ആയുധങ്ങൾ മെറ്റീരിയൽ അല്ല, ഇന്ന് കാണുന്ന പോലെ വാളോ കുന്തമോ തോക്കോ അല്ല ആത്മീയർക്ക് നൽകിയിരിക്കുന്നത്. സാത്താനോട് എതിർത്ത് നിൽക്കാൻ ആവശ്യമായ ആയുധങ്ങൾ വ്യക്തമായ ധാരണയോടെ മുമ്പോട്ട് പോകണം. ഈ വിഷയത്തിൽ ഇന്ന് ആത്മീയകോളത്തിൽ വലിയ അവ്യക്തതയുണ്ട്, അറിവില്ലാത്തവരുണ്ട്, ചിന്തിക്കാത്തവരുണ്ട്. ഒരായുധം പോലും ധരിക്കാതെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്ന നിരായുധരായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന പലരുമുണ്ട്. സോ അത് വരാതിരിക്കേണ്ടതിന് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സർവായുധ വർഗങ്ങൾ ധരിക്കേണ്ടത്. ഓക്കെ, ഇനിയും സർവായുധ വർഗങ്ങൾ എങ്ങനെയാണ് ധരിക്കുന്നത് എന്നും കൂടെ പറഞ്ഞിട്ട് ഓരോ ആയുധങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും, ആയുധങ്ങൾ ദുഷ്ടനോട് എതിർക്കാനുള്ള ആയുധങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ അത് മേടിക്കണം, ധരിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, 119 സങ്കീർത്തനം 11 വാക്യം ഒരാൾക്ക് വായിക്കാം. യോവേൽ പ്രവചനം 2:11. വായിച്ചോളൂ, എനിക്ക് കേൾക്കാം.
വായിച്ചോ. യോവേൽ എത്ര? 2:11. യോവേൽ പ്രവചനം 2:11. യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ അത് ദിവസം എല്ലാവരും അറിഞ്ഞു മതി. ദൈവത്തിന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനാണ്. ശരിക്കും സർവായുധവർഗം ധരിച്ച ഒരു യോദ്ധാവ് വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയായിരിക്കും, കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. എന്നതുപോലെ തന്നെ ദൈവവചനം അനുഷ്ഠിക്കുന്ന ഒരു ശുശ്രൂഷകൻ ശക്തിയുള്ളവനായിരിക്കും. ബി എ പവർഫുൾ പേഴ്സണാലിറ്റി. അതെല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ. നിങ്ങൾ ഒരുപാട് ഒത്തിരി ഇന്ന് കാണിക്കുന്നത് പോലെ ഒരുപാട് ശ്രമങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ശുശ്രൂഷകനാണ്, ഒരു സെൻട്രൽ പാസ്റ്റർ ആകാൻ, പ്രസിഡന്റ് ആകാൻ, പ്രസിഡന്റ് ആകാൻ ഓടി നടന്ന് കാലം കളയാതെ, ദൈവകൃപ കളയാതെ, നിങ്ങൾക്ക് ശക്തി തരുന്നത്, നിങ്ങൾക്ക് ബലം തരുന്നത് ലോകത്തിന്റെ പദവികളല്ല, സ്ഥാനമാനങ്ങളല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് നിങ്ങൾക്ക് ദൈവശക്തി നിങ്ങൾ വ്യാപരിക്കണമെന്ന് നിർബന്ധമില്ല. ലോകത്തിലെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിലെ ഏറ്റവും പരമോന്നത ബഹുമതി സ്ഥാനത്ത് നിങ്ങൾ എത്തിയാലും ശക്തിമാനായിരിക്കണം എന്നില്ല. ശത്രുവിന്റെ മുന്നിൽ നിൽക്കാനുള്ള ബലം ആ പദവിക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ പദവിയിലുള്ള പലരും ശത്രുവിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നത് നമ്മൾ കാണാറുമില്ല. 1000 10,000 വേദികളിൽ നിൽക്കുന്നതും തിളങ്ങുന്നതും ഒക്കെ കാണാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൺവെൻഷനും ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. 10,000 25,000 പേര് അല്ലെ 10,000 പേരുടെ 1000 പേരുടെ ഒക്കെ ഒരു വേദിയിൽ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് കാറിൽ നിന്ന് സ്റ്റേജിലേക്ക് ഇറങ്ങി സ്റ്റേജിലേക്ക് കയറുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ കാറിലേക്ക് കയറി വീട്ടിൽ പോകുന്നതിന് ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. അതിന് വലിയ ദൈവകൃപയും വേണ്ട, ഏതെങ്കിലും അധികാരവും പദവിയൊക്കെ മതി. പക്ഷെ ആ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ, ഒരു ഭൂതം വിട്ട് മാറണമെങ്കിൽ, ഒരു രോഗശാന്തി നടക്കണമെങ്കിൽ, ആ വചനം കേട്ടവർ മാനസാന്തരപ്പെടണമെങ്കിൽ ശക്തി വേണം. അത് മറക്കരുത്, നമ്മൾ മറക്കരുത്. അപ്പൊ അതിനെങ്ങനെയാണ് സംഭവിക്കുന്നത്? വചനം അനുഷ്ഠിക്കണം. വചനം പ്രമാണിക്കുന്നവൻ ശക്തിയുള്ളവനാണ്. ഇനിയും 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം എഴുതിയെടുത്തോണം കേട്ടോ. ഞാൻ ഈ റെഫറൻസ് ഒക്കെ പറയുമ്പോൾ ഇതൊന്നും പിന്നീട് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. അപ്പൊ കിട്ടുന്നത് ആവശ്യമുള്ളവരെല്ലാം എഴുതിയെടുത്ത് പൊക്കോണം, റെഫറൻസ് ചെക്ക് ചെയ്തും പൊക്കോണം. 1 കൊരിന്ത്യർ 2-ന്റെ 4-ാം വാക്യം നമ്മൾ ഒരാൾ വായിച്ചിട്ട്, നിങ്ങൾ ആരെങ്കിലും എടുത്താൽ വായിക്കുക, ഇല്ലെങ്കിൽ ഞാൻ വായിക്കുന്നു കേട്ടോ. 1 കൊരിന്ത്യർ 2-ന്റെ 4. നിങ്ങളുടെ വിശ്വാസത്തിന്, വായിക്കുന്നു ആരെങ്കിലും, മറ്റാരെങ്കിലും വായിക്കുന്നെങ്കിൽ വായിച്ചോ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനം, എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തിയോടും പ്രദർശനത്താലും അത്രേ ആയിരുന്നത്. എന്റെ വചനം, എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്തോടെ അത്രേ ആയിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നാളെ ദൈവം 10 പേരുടെ മുന്നിൽ പ്രസംഗിക്കാൻ അവസരം തന്നാൽ പറഞ്ഞാൽ പോയി പ്രസംഗിച്ചോണം. പക്ഷെ ഈ കാര്യം ശ്രദ്ധിക്കണം, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ ആയിരിക്കരുത്. കേൾവിക്കാരന്റെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് പ്രാസംഗികന്റെ പ്രസംഗ പാടവമല്ല, അദ്ദേഹത്തിന്റെ സാഹിത്യ ശൈലിയല്ല, അദ്ദേഹത്തിന്റെ ജ്ഞാനത്താൽ ആകർഷിക്കപ്പെട്ടുമായിരിക്കരുത്, അദ്ദേഹത്തിന്റെ ചില പ്രകടനങ്ങളിൽ ആകർഷിക്കപ്പെട്ടായിരിക്കരുത്, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിൽ ആകർഷിക്കപ്പെട്ടായിരിക്കരുത്.
എസെക്കിയേലിനോട് പറയും, നീ അവർക്കൊരു പ്രേമഗായകനെ പോലെയാണ് നീ അവർക്ക് കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്, പക്ഷെ അവരാരും അനുസരിക്കുന്നില്ല. വാക്കുകൾ പ്രേമഗീതം പോലെയാണ്, പക്ഷെ അനുസരിക്കുന്നില്ല. അപ്പം ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഏതെങ്കിലും ഇത്തരം ഘടകങ്ങളിൽ ആകർഷിക്കപ്പെട്ടായിരിക്കരുത് ഒരു വ്യക്തി നിങ്ങളോടുകൂടെ നിങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്നത്. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെയാണ് ആധാരമായിരിക്കേണ്ടത്. അതിന് അങ്ങനെ ആയിരിക്കേണ്ടത് കൊണ്ട് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്തോടെ ആയിരുന്നു. അത് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും സംശയം ചോദിക്കണോ? ഓക്കെ. അപ്പം നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ പ്രസംഗം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്നായിരിക്കണം. അതിനെന്തു വേണം? അതിന് നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നിന്ന് പ്രസംഗിക്കുന്നതിന് ഒരു പൊസിഷനും ആവശ്യമില്ല, ഒരു സ്ഥാനമാനവും ആവശ്യമില്ല. അതൊക്കെ ജനങ്ങളുടെ കയ്യടി മേടിക്കാനും ആഡംബര ജീവിതം നയിക്കാനും, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറയല്ലേ, കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊരു മലയാള ശൈലി പറയുന്നു. കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളതിനൊക്കെയാണ് ഈ പദവികളും കാര്യങ്ങളൊക്കെ. ഇതൊന്നും വേദപുസ്തകത്തിലും ആദിമസഭയിലുള്ള കാര്യങ്ങളല്ല. യേശുക്രിസ്തുവിനെ നമുക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. കർത്താവായ യേശുക്രിസ്തുവിന് ഈ പറഞ്ഞ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു യേശുവിനെ സമൂഹം ഐഡന്റിഫൈ ചെയ്തിരുന്നത്. പിന്നെ തച്ചന്റെ മകനല്ലേ? അതെ, തച്ചന്റെ മകനാണ്. യേശു അതിനകത്ത് ക്ഷോഭിച്ചോ? തച്ചന്റെ മകൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും ആക്ഷേപിച്ചോ? തച്ചന്റെ മകനായി അറിയപ്പെട്ടത് കൊണ്ട് ശുശ്രൂഷയ്ക്കോ കൃപയ്ക്കോ കൃപാവരത്തിന് എന്തെങ്കിലും കുറവുണ്ടായോ? മങ്ങൽ വന്നോ? തച്ചന്റെ മകൻ കണ്ണു തുറന്നില്ലേ? തച്ചന്റെ മകൻ മരിച്ചവനെ ഉയർപ്പിച്ചില്ലേ? ഇതിലൊന്നും ഒരു കാര്യവുമില്ല. പദവികൾക്ക് ദോഷമല്ലാതെ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകത്തില്ല. യേശു അതിനകത്ത് ശോഭിച്ചില്ല. ഇന്നത്തെ ഏതെങ്കിലും ഒരു നേതാവിന് മുമ്പായിരുന്ന തൊഴിൽ ചേർത്തൊന്ന് പരിചയപ്പെടുത്താമോ? വേദിയില്ല. ഇന്ന് നമ്മളോട് ദൈവവചനം പ്രസംഗിക്കുന്നത് അവരെ ആശാരിയുടെ മോനാണ്, പണ്ട് പണിയെടുത്തോന്ന്, ചെരുപ്പൂത്തി ആയിരുന്നു, ചെരുപ്പൂത്തിയുടെ മോനാണ്, അല്ലെങ്കിൽ ഇന്ന ആയിരുന്നു. വലിയ പദവിയിൽ എത്തിക്കുമ്പോ പണ്ടത്തെ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താവോ? ഇപ്പൊ തച്ചന്റെ മകൻ ആയിരുന്നിട്ടും ശുശ്രൂഷയ്ക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. പത്രോസ്, ഇവര് സാധാ ഗലീലക്കാരാണ്, മുക്കുവരാണ്. പക്ഷെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടു, അല്ലേ? ഇന്ന് അനേക വിഷയങ്ങളിൽ PhD ഉള്ള പലരും 3000 പ്രസംഗങ്ങൾ നടത്തിയിട്ട് 30 പേര് പോലും മാനസാന്തരപ്പെടുന്നില്ല. 30 പേര് പോലും മാനസാന്തരപ്പെട്ട് വരുന്നില്ല. പക്ഷെ കർത്താവോ എനിക്ക് തുണന്ന് എന്നെ കൊണ്ട് പ്രസംഗിക്കാൻ. അതെ, പൗലോസ് പറയാണ്, കർത്താവ് എനിക്ക് തുണ നിന്നു, വേറെ ആരും നിന്നില്ല. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. പക്ഷെ കർത്താവ് എനിക്ക് തുണ നിന്ന് എന്നെ കൊണ്ട് അത് നിവർത്തിക്കുവാൻ, പ്രസംഗം പൂർത്തീകരിക്കുവാൻ എന്നെ ശക്തീകരിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ പ്രസംഗം, പൗലോസിന്റെ പ്രസംഗത്തിലൂടെ ജനങ്ങൾ രക്ഷിക്കപ്പെട്ടത് പൗലോസിനെ കണ്ടല്ല, തന്റെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ലോകത്തിന്റെ ജ്ഞാനമല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം തന്റെ പ്രസംഗത്തിൽ, ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. ഇത് എന്ന് ഈ നിലയിലേക്ക് കാലഘട്ടം മടങ്ങി വരുന്നു, ശുശ്രൂഷകർ മടങ്ങി വരുന്നു, അന്നേ ഉണർവുണ്ടാകത്തുള്ളൂ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്ക് പദവി ഇല്ലാത്തത് ഒരിക്കലും തടസ്സമല്ല, അധികാരമില്ലാത്തത് ഒരിക്കലും തടസ്സമല്ല. അതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്, ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ ശരിക്കും കാണിച്ചു കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? യൂദാ ഒരാളുടെ ആവശ്യം അവർക്ക് വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്?
കഴിഞ്ഞ ഞാനിത് പലപ്പോഴും പറയാറുണ്ട്. സാജിമ സാറിന്റെ ഒരു മെസ്സേജിൽ അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞു. യൂദായ്ക്ക് അല്ലെങ്കിൽ അവർക്ക് ഈ പട്ടാളക്കാർക്ക് ഈ 11 പേരിൽ യൂദാ പിന്നെ അവരുടെ കൂടെ ചേർന്നല്ലോ, ബാക്കിയുള്ള 11 പേരിൽ യേശു അടക്കം 12 പേര്, ഇവരില് വസ്ത്രധാരണം കൊണ്ടോ ഭാവം കൊണ്ടോ പദവി കൊണ്ടോ അധികാരം കൊണ്ടോ യേശു ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവർക്ക്. യേശുവിനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ നേതാവിനെ കണ്ടാൽ തിരിച്ചറിയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ച പോലെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നേതാവിനെ അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന് വരുന്ന കാർ ശ്രദ്ധിക്കുക, 2 യോഗം തുടങ്ങി കഴിഞ്ഞേ വരത്തുള്ളൂ, അതും ശ്രദ്ധിക്കണം. കൺവെൻഷൻ പ്രാസികരൊന്നും കൺവെൻഷൻ അരമണിക്കൂർ മുമ്പേ വരികയല്ല, വന്നാൽ അത് അവരുടെ ആ സ്റ്റാറ്റസിന് ചേരിയല്ലെന്നുള്ളതാണ്. ചിലപ്പോൾ യാത്രയുടെ ദൂരം കൊണ്ടാകാം, അടുത്തുള്ളവരാണെങ്കിലും നേരത്തെ വരികയല്ല. സെൻട്രൽ പാസ്റ്റർ കണ്ട വേഗം മനസ്സിലാവും. സെൻട്രൽ പാസ്റ്റർ കണ്ട വേഗം മനസ്സിലാവും. അതെ, അല്ലെ നമുക്ക് മനസ്സിലാകും അല്ലേ? യേശു ക്രിസ്തുവിനെ കണ്ടാൽ മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ പിടിച്ചോണം, ആള് മാറിപ്പോകരുത്. ഇവരെല്ലാം വേഷത്തിലും ഭാവത്തിലും രൂപത്തിലെല്ലാം കർത്താവ് അവർക്ക് സമനായി. വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച് ദാസരൂപമായെടുത്തത്. ഇതാണ് നമ്മുടെ മാതൃക. ഓക്കെ, അപ്പം നമ്മുടെ ശുശ്രൂഷയ്ക്ക് പദവി വേണമെന്നോ അധികാരം വേണമെന്നോ ദൈവജനത്തെ സേവിക്കാൻ ഇത് ആവശ്യമാണെന്നോ ചിന്തിക്കുക പോലും ചെയ്യരുത്. അതൊക്കെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെട്ടിപ്പിടിച്ചെടുക്കുന്നതാണ്. അത് വിട്ടേക്കുക, നമ്മളവരെ വിട്ടേക്കുക. പക്ഷെ നാം നമ്മെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിന്റെ വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. ഓക്കെ, അപ്പൊ പൗലോസ് അവിടെ കൊടുത്തിരിക്കുന്ന കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനി അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മളിത് ചെയ്യണം, ധരിക്കണം? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ, നീ ധൈര്യത്തോടെ നിൽക്കുമോ? ഒരു ചോദ്യമുണ്ട്. ഇനിയും മറ്റൊരു കാരണവും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവായുധവർഗം ധരിക്കാത്തവരുടെ അവസാനം എന്താണെന്നറിയും? നമ്മൾ പഠിക്കാൻ പോവുകയാണ്, അക്കമിട്ട് പഠിക്കും. എങ്കിലും ഞാൻ ഇത് എന്തുകൊണ്ട് ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയുകയാണ്. ഓക്കെ, മത്തായി 7:21 വായിക്കാം. മാത്യു 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവന് ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഓക്കെ, അടുത്തത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. എന്നെ വിട്ട്, ഇനി താഴോട്ടുള്ളത് എല്ലാവർക്കും അറിയാം, ഒത്തിരി കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. വചനം കേട്ട് അനുസരിച്ച് നമ്മുടെ ജീവിതം പണിയാത്തിടത്തോളം കാലം, അതല്ലാതെ നാം ഏത് ശുശ്രൂഷ ചെയ്തു എന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് പ്രയോജനമില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോലും പറ്റിയില്ല ഇവർക്ക്. ഇവരൊരു കൂട്ടർ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു എന്ന് അവർ അവകാശപ്പെടുന്നു. ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കാം. അവര് പറയുന്നത് ഞങ്ങൾ പുറത്താക്കി പ്രവചിച്ചു എന്നൊക്കെയാണ്. യേശു അതൊന്നും ചെയ്തില്ല എന്ന് പറയുന്നില്ല. കർത്താവ് ഒന്നേ പറയുന്നുള്ളൂ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, യു ആർ ദ വർക്കേഴ്സ് ഓഫ് ഈവിൾ ഡുവേഴ്സ്. സാത്താന്റെ പ്രവർത്തിക്കാരെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ വിട്ടു പോകണം. നമുക്ക് അതിശയം തോന്നും അല്ലേ? ഇവരൊക്കെ പിശാചിന്റെ പ്രവർത്തിക്കാരാണ്, അല്ലെങ്കിൽ സാത്താന്റെ വർക്കേഴ്സ് ആണെന്ന് പറയുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. സത്യം അതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സർവായുധ വർഗം തരുമ്പോൾ അത് കൃത്യമായി ജീവിതത്തിൽ വചനപ്രകാരം പാലിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ എന്നെ വിട്ടു പോകാൻ തീർത്തു പറഞ്ഞു കർത്താവ് ഇവരോട്.
സ്വർഗത്തിൽ പോകാനായിട്ട് വന്നതാണ്. യേശുക്രിസ്തുവിന്റെ വാക്ക് അതിനപ്പുറത്തേക്ക് വേറെ ആരുടെയും വാക്കുകൾ ഇല്ലെന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇന്ന് പലർക്കും പല നേതാക്കന്മാര് പറയുന്നത് പേടിയാ. വചനം യേശു പറഞ്ഞത് പേടിയൊന്നുമില്ല. യേശു വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അത് കർത്താവ് എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അതിനേക്കാൾ എത്രയോ ഭയത്തോടെയാ ഇന്ന് നേതാക്കന്മാരെ ഓരോരുത്തര് പ്രസാദിപ്പിക്കുന്നത്. എന്തോ പേടിയാണ്. ഞാന് നമ്മുടെ കേരളത്തിലെ ഒരു നേതാക്കന്മാരെ തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം. ഞാൻ ഒരിടത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു, മീറ്റിംഗ് സെമിനാർ ക്ലാസ് എടുക്കുന്ന അവിടെ അതിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ അറിയപ്പെടുന്ന വലിയൊരു നേതാവ്, വലിയൊരു പ്രസ്ഥാനത്തിന്റെ വലിയൊരു നേതാവ്. വ്യക്തി ആരെന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട, അതിന്റെ ആവശ്യമില്ല. ആ വ്യക്തിയല്ല നമ്മുടെ വിഷയം. ഈ വിഷയം ഒന്ന് ഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഇങ്ങനെ വന്ന് വണ്ടിക്ക് ഇറങ്ങി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വേദിയിൽ ഒരു കാറ് വന്ന് നിന്നു. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പുറകിൽ നിന്ന് ഒരാൾ ഇറങ്ങി. എന്നിട്ട് അല്പം ധാർഷ്ട്യത്തോടെ കർക്കശമായിട്ട് ചോദിച്ചു, പാസ്റ്റേഴ്സിനോടായി ചോദിക്കുന്ന ഓർക്കണം, അവിടെ ശുശ്രൂഷ തുടങ്ങി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരുടെ അടുക്കിലേക്ക് എന്നിട്ട് ചോദിച്ചു, ഇവിടെ ആരുമില്ലേടോ? നേതാവ് വന്നിട്ട് കാറിന്റെ ഡോർ ഒന്ന് തുറന്ന് അദ്ദേഹത്തെ ഒന്ന് സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ആ ചോദ്യത്തിന് മുന്നിൽ ഒത്തിരി ദൈവാസന്മാരെല്ലാം കൂടെ പെട്ടെന്ന് എന്റെ കോർഡിനേറ്റർ, എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, നേതാക്കന്മാരെല്ലാം കൂടെ ഓടി വന്ന് ഡോറ് തുറന്നു കൊടുത്ത് നേതാവിന്റെ പെട്ടി മേടിച്ച് ആനയിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടിരുന്ന ഒരു രംഗം ഞാൻ കണ്ടു. അപ്പൊ ഞാനെന്ന് സുഖമില്ലാത്ത ഒരാളാണ് എന്നുള്ള ചിന്ത പെട്ടെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ കാറിന്റെ ഡോറ് തുറക്കാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ, നടന്ന് സ്റ്റേജിലേക്ക് വരാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കണം. പ്രത്യേകിച്ച് വചനത്തിൽ നിങ്ങളെ അധ്വാനിക്കുന്നവരെയും പ്രബോധിപ്പിക്കുന്നവരെയും ഒരുപാട് വേല ചെയ്ത് ക്ഷീണിതരായി വരുന്ന ഒരാളെ ശുശ്രൂഷിക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ ഇദ്ദേഹം ഡോറിൽ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടപ്പോ നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല, നല്ല ആരോഗ്യവാനാണ്. അപ്പൊ അത് ആ പദവിക്ക് കിട്ടിയ ഒരു അംഗീകാരം കിട്ടാതെ പോയതിന്റെ വിഷമത്തിലാണ് അദ്ദേഹം അത്രയും സമയം വെയിറ്റ് ചെയ്തത്. ആ വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് ശുശ്രൂഷ തുടങ്ങായിരുന്നു. അത്രയും സമയം കാറിൽ വെയിറ്റ് ചെയ്തു. ഞാൻ ഈ പേഴ്സണൽ ബൈബിൾ സ്റ്റഡിയിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം വായിച്ചപ്പോൾ മമ്രയുടെ തൊപ്പിൽ 3 ദൂതന്മാർ, അത് ഒന്ന് യഹോവയും കൂടെ ആയിരുന്നു, ദൈവം തന്നെയാണ്. 2 ദൂതന്മാർ പോയി, പിന്നെ യഹോവ അവിടെ ഉണ്ടായിരുന്നു. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അബ്രഹാം അവരെ സ്വീകരിച്ചു. അവരോട് പറയുന്നൊരു കാര്യം, ഞാൻ അസാരം അപ്പം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് വരെ ഈ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാൻ അവരോട് പറഞ്ഞപ്പം അബ്രഹാമിന്റെ മമ്രയുടെ തോപ്പിൽ കൂടാരത്തിന്റെ മുന്നിലെ മരത്തണലിൽ ദൈവമായ യഹോവ ഇരുന്നു. അബ്രഹാം കൊണ്ടുവരുന്ന ഈ അപ്പം ആയി വരുന്നത് വരെ എത്ര സമയം? 5 മിനിറ്റ് ആണോ? അല്ല. 10 മിനിറ്റ് ആണോ? അല്ല. ഓടിച്ചെന്ന് ഒരു കാളയെ അറുത്ത് പാകം ചെയ്ത അപ്പമൊക്കെ, ഒരു പശുവിനെ അറുത്തത് ഇറച്ചിയാക്കി വരണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? ശരിക്കും വേഗണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അത്രയും സമയം യഹോവയായ ദൈവം വെയിറ്റ് ചെയ്തില്ലേ ഈ അബ്രഹാമിന്റെ അത് സ്വീകരിക്കാൻ, ആദ്യത്തെ മര്യാദ സ്വീകരിക്കാനായിട്ട്, ആ പ്രശ്നത്തിന് വേണ്ടി? നമ്മളൊക്കെ ആരാണ് ഇതൊക്കെ മുന്നിൽ? യഹോവയായ ദൈവം. പിന്നെ കാലിത്തൊഴുത്തിൽ യേശു പറഞ്ഞു എന്ന് പാട്ടുപാടി നടക്കുകയല്ലാതെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്ത് ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ അതിന് നിങ്ങൾ ആരും ഒരു നേതാവാകൂ, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന് പറയുന്ന പദം തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഇന്ന് നമ്മൾ കാണുന്ന നേതാവ്, അധികാരം, പദവി, ഇതൊന്നും ഒരിക്കലും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തരുത്. ശുശ്രൂഷ ദൈവം പരമേൽപ്പിക്കുന്നത് ചെയ്യുക. ഏത് ഉന്നതമായ പദവിയാണ് ഭൂമിയിൽ നിങ്ങൾ വഹിച്ചതെന്ന് ഒരിക്കലും സ്വർഗത്തിൽ ചോദിക്കുകയല്ല. അത് ഓർത്തിരിക്കണം. മനുഷ്യരുടെ മുന്നിൽ ഉന്നതമെന്ന് തോന്നുന്നത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. ലൂക്കോസ് 16-ാം അധ്യായത്തിലുണ്ട്, നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തച്ചന്റെ മോൻ എന്ന് വിളിച്ചാലും, മുക്കുവൻ എന്ന് വിളിച്ചാലും, ചെരുപ്പൂത്തി എന്ന് വിളിച്ചാലും ശുശ്രൂഷ അതിന്റെ പേരിൽ വെളിപ്പെടാതിരിക്കത്തില്ല. അതറിഞ്ഞിരിക്കണം. അതിനെന്ത് ചെയ്യണം? വചനമനുഷ്ഠിക്കണം. വചനമനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ. അവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഇനിയും എങ്ങനെ ആയുധം ധരിക്കണം? ഒന്നുകൂടെ പറയാം. ഈ ആയുധങ്ങൾ ജഡികങ്ങളല്ലാത്തത് കൊണ്ട്, ആത്മീകമായതുകൊണ്ട് എങ്ങനെയാണ് അത് നമ്മൾ ധരിക്കുന്നതെന്ന് അറിയാഞ്ഞിരിക്കാൻ വേണ്ടി പറയുക. സങ്കീർത്തനം 119:11 വാക്യം.
വായിച്ചോളൂ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പൊ ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ, കർത്താവിൽ അമിതബലത്തിൽ ശക്തിപ്പെടുവാൻ, ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ സർവായുധ വർഗങ്ങൾ ധരിക്കുന്നത് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിലൂടെയും അനുഷ്ഠിക്കുന്നതിലൂടെയുമാണ്. ദൈവം, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിപ്പാൻ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം, ഞാനൊരു പേഴ്സണൽ ബൈബിൾ സ്റ്റഡി ഡയറി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചിലരുടെ കയ്യിലുണ്ട്. ടിറ്റുബ്രദർ എഴുതി കഴിഞ്ഞോ? പുതിയ വർഷത്തേക്കുണ്ടോ? ഞാൻ കംപ്ലീറ്റ് ആയില്ല. ഞാനിപ്പം സൺഡേ സ്കൂളിലെ കുറച്ച് പിള്ളേർക്ക് അത് ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്ത് അവരെഴുതി തുടങ്ങി. ബുക്ക് നമുക്ക് ആവശ്യത്തിനുണ്ട് കേട്ടോ. നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ കൊടുത്തു വിടാം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ ഫോട്ടോ കോപ്പി എടുത്താൽ ഓർഡർ ആയിട്ട് തന്നെ പോകണം. എല്ലാ ജനുവരി 1 തുടങ്ങിയാൽ ജനുവരി കൃത്യം ഒരു വർഷത്തേക്കുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും 3 അധ്യായം വചനം വായിക്കണം. ഏറ്റവും കുറഞ്ഞത് അത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. ആത്മാവിൽ വായിക്കണം. എന്നിട്ട് ദൈവം ഇടപെട്ട വചനം ഡയറിയിൽ എഴുത്തെഴുതണം. അത് ഹൃദയത്തിൽ എഴുതപ്പെടും. അപ്പോൾ തന്നെ അതിന് മുന്നിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, അത് പലയിടത്തും ചെയ്തു വരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ചെയ്യുന്നു. ഞാൻ അതിനകത്തുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയോ? വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേണ്ടിയാണ്. എത്രയോ പേരെന്നെ വിളിക്കുന്നു. ഞാൻ 25 years ആയിട്ട് കൗൺസിലറാണ്. യൂത്തിന്റെയും കിഡ്സിന്റെയും ഫാമിലി കൗൺസിലറാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ തലമുറകളിൽ ഉണ്ടായിരിക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങൾ നമുക്ക് ഈ മാർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. എത്രയോ പേര് മാതാപിതാക്കളെ അനുസരിക്കാതെ വിശ്വാസം വിട്ട് ഉടലുന്നു. ഇതിന്റെയൊക്കെ കാരണം എന്താണെന്നറിയോ? വ്യക്തിപരമായ ദൈവവചന വായനയും ധ്യാനവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ സർവേ നടത്തിയിട്ടാണ് പറയുന്നത്, വെറുതെ അല്ല. 70 പേരുടെ യൂത്ത് ക്യാമ്പിൽ ഇന്ന് ബൈബിൾ വായിച്ചവര് കൈ ഉയർത്താൻ പറഞ്ഞപ്പോ ഒരൊറ്റ കുട്ടി മാത്രമാണ് വായിച്ചത്. ഒറ്റ കുട്ടി, ഒരു ചെറിയ പാരഗ്രാഫ് മാത്രം. 70 പേര്. എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തെ ജയിക്കും? എങ്ങനെ ഈ സാത്താന്യ ശക്തിയോടും ജഡത്തോടും പിശാചിനോടും ലോകത്തോടും പോരാടി ജയമെടുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ? ബൈബിൾ വായിക്കുന്നില്ല. ആ ബൈബിൾ വായനയുടെ ക്രമമായ ഒരു ശീലം കൊണ്ടുവരുവാൻ ഞാൻ വളരെ ശ്രമിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ചർച്ചുകളിലും ലീഡേഴ്സിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ. നേരമില്ല, അതിനൊന്നിനും നേരമില്ലാത്ത ഒരുപാട് തിരക്കിലാണ്. ദൈവത്തിന്റെ ജനമാണ് ദൈവവചനം കേൾക്കും. ദൈവസന്തതിയായവൻ ദൈവത്തിന്റെ വചനം കേൾക്കും. ഈ വചനങ്ങൾ ആ ക്രമമായ ശീലം വരുമ്പം ആയുസിന്റെ എല്ലാ ദിനം വരെയും വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചു തീർക്കാനല്ല. ഇനി അതുമല്ല സങ്കടം, 95% ക്രിസ്ത്യാനികളും സത്യവേദ പുസ്തകം, ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ അക്ഷരം തുടങ്ങി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ ആമേൻ എന്ന പദം വരെ ക്രമമായി ഒരു പ്രാവശ്യം പോലും വായിച്ചു തീർക്കാത്തവരാണ് അനേകം. 95% ക്രിസ്ത്യാനികൾ. പഴയ തലമുറയിലെ കുറെ മാതാപിതാക്കളൊക്കെ പലവട്ടം വായിച്ചവരുണ്ട്. അതിൽ ചുരുക്കം പേര് ഈ കാലഘട്ടത്തിലുമുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ ഒരു പ്രാവശ്യം പോലും ബൈബിൾ മുഴുവൻ വായിച്ചു തീർന്നിട്ടില്ല. ശുശ്രൂഷകന്മാരടക്കം. ഒരു ഭാഗം സങ്കീർത്തനം ചിലപ്പം 1-2 ഏതെങ്കിലും സങ്കീർത്തനം ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളോ 9-10 പ്രാവശ്യം വായിച്ചിട്ടുണ്ടാകും. പക്ഷെ ബൈബിള് മുഴുവൻ. അതൊരു വലിയൊരു പ്രശ്നമാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെട്ടാൽ ശത്രുവിന്റെ പരിശോധന വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, ശരിക്കും ദൈവാത്മാവ് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ തരും. ആ ശക്തി അതിനെ അതിജീവിച്ച് ജയിക്കും. അല്ലാണ്ട് നമ്മുടെ തീരുമാനം കൊണ്ടൊന്നും ഈ ലോകത്ത് ജയിക്കാമെന്ന് ആരും ധരിക്കരുത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ആരെന്നെ മരണത്തിൽ ഈ ശരീരത്തിൽ നിന്ന് വിടുവിക്കും, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോവുകയാണ്. കാരണം പാപം എന്നൊരു പ്രമാണം എന്നിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. പാപത്തിന്റെ ശക്തിയെ തിരിച്ചറിയണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഈ ബോഡി രൂപാന്തരം പ്രാപിച്ചു എന്നല്ല. കാഹളം ധ്വനിച്ച ഈ ശരീരം വിൺശരീരം പ്രാപിക്കുന്നത് വരെ, രൂപാന്തരപ്പെടുന്നത് വരെ സ്റ്റിൽ വി ആർ ഇൻ ദ സിൻഫുൾ നേച്ചർ. നമ്മൾ ഇപ്പോഴും പ്രകൃതമുള്ള പ്രവണതയുള്ള സ്വഭാവമുള്ള ജഡത്തിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അത് ഞാൻ വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം. പാപ ടെൻഡൻസി നമുക്ക് ഉണ്ടെന്നുള്ളത് മറച്ചു വെച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല. പൗലോസ് അത് തന്നെ പറയുന്നു.
ആ സ്ഥാനത്ത് അതിനെ അതിജീവിക്കണമെങ്കിൽ അതാണ്, ദൈവമേ ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു. ഉറപ്പാണ്, സംഗ്രഹിച്ചാൽ നമുക്ക് ജയജീവിതം ഉറപ്പാണ്. ഞാൻ എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ പാസ്റ്റർമാരോട് പറയുന്നു, അവരുടെ മക്കളോ അവരുടെ ചർച്ചിലെ യൂത്ത് വലിയവരല്ല, ഓക്കെ, അത് താല്പര്യമുള്ള എനിക്കറിയാം. ഇപ്പൊ ക്ലാസ്സിൽ പഠിക്കുന്ന പലരും ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയുകയാണ്, എങ്കിലും ഈ ലോക്ക്ഡൌൺ കാലത്തിന് മുമ്പ് തന്നെ ഞാൻ പല ചർച്ചകളിലും കോണ്ടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനൊന്നും ആർക്കും നേരമില്ല. പക്ഷേ ഈ ലോക്ക്ഡൌൺ കാലത്ത് ആ പേഴ്സണൽ ബൈബിൾ സ്റ്റഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെട്ടു. ഒരു ദോഷവും വരാതെ ദൈവം അവരെ സൂക്ഷിച്ചു. കൊറോണയിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും സൂക്ഷിച്ച് പലരും എന്നോട് അവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞു. സോ എനിക്കൊരു സന്തോഷം. എന്തായാലും ദൈവം അതിന് മുമ്പ് തന്നൊരു ആലോചനയാണ്. ഒരുപാട് പേർക്ക് സമയവും കിട്ടി. സമയം എന്തായിരുന്നു അറിയത്തില്ലായിരുന്നു. സമയമില്ലാതെ പറഞ്ഞിരുന്ന ഒരുപാട് പേർക്ക് 8-9 മാസം ഒരു പണിയുമില്ലാതെ 1-2 പേരോട് പ്രസംഗിച്ചും പഠിപ്പിച്ചൊക്കെ ഇരിക്കാൻ പറ്റും. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിലൂടെയാണ് ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ ധരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി സർവായുധ വർഗങ്ങൾ ധരിക്കുന്ന മറ്റ് ഒരു മാർഗവും കൂടെ ഞാൻ നിങ്ങളോട് വ്യക്തമാക്കിയാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം നിങ്ങൾക്ക് വായിക്കാം. 3:13. താമസം ഉണ്ടെങ്കിൽ ഞാൻ വായിക്കുന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. ശ്രദ്ധിച്ച്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകാനാണ് പന്തിരുവരെ നിയമിച്ചത്. ഈ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം എവിടെയെങ്കിലും കൊടുക്കുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് പോയി അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അധികാരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിക്കണം. കാരണം അത്രയും ജനത്തിന് വിടുതലാണല്ലോ. ഇത് ഇന്നത്തെ പല നേതാക്കന്മാരും ഭൂതങ്ങളെ പുറത്താക്കാനല്ല അധികാരം മേടിക്കുന്നതും കൊടുക്കുന്നതും. വാണ അരുളാനാണ്. യേശു അധികാരം കൊടുത്തത് എന്തിനാണെന്നറിയോ? കർത്തൃത്വം നടത്താനല്ല, ജാതികളെ പോലെ ഇടവകകളെയോ വ്യക്തികളെയോ അധികാരത്തിന്റെ കീഴിൽ അടിച്ചമർത്താനല്ല, ഭൂതങ്ങളെ പുറത്താക്കാനാണ്. 2 വചനം പ്രസംഗിക്കേണ്ടതിന് അയക്കണം, പിന്നെ തന്നോടുകൂടെ ഇരിക്കണം, രോഗികളെ സൗഖ്യമാക്കണം. യേശുവിനോട് കൂടെ അഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ആയുധവർഗങ്ങൾ കർത്താവ് തരുന്നത് എന്ന് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് വായിപ്പിച്ചു. ശത്രുവിനോട് ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് വളരെ രസകരമായിട്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ പാലിക്കാനും തെറ്റുകൾ വരാതെ അല്ലെങ്കിൽ തിരുത്തുവാനും ഒരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തെ അല്ല നിങ്ങൾ നോക്കേണ്ടത്. വചനാധിഷ്ഠിതമായ ആദിമസഭയും ശുശ്രൂഷകന്മാരും അത് ശരിക്കും പഠിക്കണം. ആ നിലയിലേക്ക് വന്ന് ശക്തരായി മാറണം. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം എടുത്തേ. അപ്പൊ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഇത് മറിക്കണ്ട. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 19-ാം അധ്യായം 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ. വായിച്ചോ. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെ ഭയം ഉണ്ടാകുകയും കർത്താവായ യേശുവിൻ അല്ലല്ല ഏത് വാക്യം തുടങ്ങിയ വായിക്കുന്നത്? 19-ന്റെ 13 ദേശാന്തരികളായി നടക്കുന്ന എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ യെസ് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമം ചൊല്ലുമ്പോൾ യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു.
ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാർ ആയിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫേസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും ഇവിടെ നോക്കണം. ശത്രുവിനോട് എതിർക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് പറ്റിയില്ല? അധികാരമുള്ള മഹാപുരോഹിതനെന്ന് ഓർക്കണം കേട്ടോ. മഹാപുരോഹിതന്റെ മക്കളാണ്. സ്കേഫ എന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരെ മഹാപുരോഹിതൻ. ഒരു മഹാപുരോഹിതന്റെ മകൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ കുറെ മഹാപുരോഹിതന്മാർ, മക്കളും ശുശ്രൂഷയ്ക്ക് നടക്കുന്നവരുണ്ടല്ലോ. മഹാപുരോഹിതന്റെ മക്കൾ എന്ന അധികാരത്തിൽ സാത്താനോട് പറഞ്ഞു, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഉടനെ ഭൂതഗ്രസ്തനിലെ ദുരാത്മാവ് എന്നോട് ചോദിച്ചു, യേശുവിനെ എനിക്കറിയാം, നിങ്ങളാരും പരിചയപ്പെടുത്തണ്ട. യേശുവിനെ കണ്ട അവർക്കെല്ലാം അറിയാം, പിശാചിനറിയാം. പൗലോസിനെ പരിചയമുണ്ട്, കാരണം പൗലോസിനെ എനിക്കറിയാം. പൗലോസിന് യേശു ക്രിസ്തു അധികാരം കൊടുത്താന്നുള്ള അറിവ് സാത്താനുണ്ട്. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ പേരറിയാനല്ല, അധികാരം അറിയാനല്ല. നിങ്ങൾക്ക് എന്നോട് പുറത്തു പോകാൻ പറയാനുള്ള അധികാരം ആര് തന്നു? അപ്പൊ കർത്താവ് അധികാരം കൊടുത്തവനെ അന്ധകാര ശക്തികൾക്ക് അറിയാം. അത് നമ്മൾ തിരിച്ചറിയണം. അതിനെ എന്ന് കൊണ്ടുവന്നു. ദുരാത്മാവിനറിയാം, പൈശാചിക ശക്തികൾക്കറിയാം കർത്താവിന്റെ അഭിഷിക്തന്മാരെ, സ്വർഗത്തിൽ നിന്ന് ശുശ്രൂഷ ഏൽപ്പിച്ചവരെയും അല്ലാത്തവരെയും സാത്താന്യ ലോകത്തിന് തിരിച്ചറിയാം. അവരുടെ മേൽ ചാടി വീണു. ഞങ്ങൾ മഹാപുരോഹിതന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ ഭൂതം പോവുകയല്ല. ഞങ്ങള് എന്താ ഓർസിയറോ അരയ്ക്കാന്ന് എന്താണ് കുറെ പദവികളുണ്ടല്ലോ, പ്രസിഡന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയോ സ്റ്റേറ്റ് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ജനറൽ പ്രസിഡന്റോ എന്തെങ്കിലുമൊക്കെ. ഇതൊക്കെയാന്ന് പറഞ്ഞാൽ രോഗികൾ സൗഖ്യമാകിയല്ല. ഇതാന്ന് പറഞ്ഞാൽ ഭൂതം പോകുകയല്ല. ഭൂതം പോകണമെങ്കിൽ വചനം അനുഷ്ഠിക്കുന്നവരും കർത്താവിനാൽ ശുശ്രൂഷ ദൈവം പരമേൽപ്പിച്ചവരായിരിക്കണം. അല്ലെങ്കിൽ ഈ ചോദ്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും, നിങ്ങൾ ആരാണ്? അവർക്ക് 7 പേരുണ്ടായിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ല എന്ന് തന്നെയല്ല, നഗ്നര്, അപമാനിതരായി, മുറിവേറ്റവരായി ഓടേണ്ടി വന്നു. ആലോചിച്ച് നോക്കി, നഗ്നരായി ഓടിപ്പോകുന്നു. 7 മഹാപുരോഹിതന്റെ മക്കളെ 7 പേരുണ്ടായിട്ട് ഭൂതശാന്തി ശുശ്രൂഷയ്ക്ക് പോയതാണ്. ഇന്ന് പിന്നെ അങ്ങനത്തെ അനുഭവം വരികയല്ല. കാരണം ഈ മഹാപുരോഹിതന്മാരുടെ മക്കളാരും ഇങ്ങനെ ഭൂതശാന്തി ശുശ്രൂഷയ്ക്കും ട്രാക്ക് കൊടുക്കാനും പരിശോധനൊന്നും അങ്ങനെ പോകാറില്ല. വളരെ ചുരുക്കം ആരെങ്കിലൊക്കെ ഉണ്ടാവാം. അവർക്ക് മിക്കവാറും വേദികളിലൊക്കെ തന്നെ നമുക്ക് കാണാം. പക്ഷെ ആത്മീയാർത്ഥത്തിൽ സാത്താന്റെ മുന്നിൽ പോയാൽ അവർ നഗ്നരാകും. അവർ നഗ്നരാകുന്നുള്ളതാണ്. നമ്മളത് ഓർത്തിരിക്കണം. സോ ആയുധം ധരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവർക്കിത് ഈ ആയുധം കിട്ടാതെ പോയത്. ശത്രുവിനോട് എതിർക്കാനുള്ള ആയുധം കിട്ടാതെ പോയതിന്റെ കാരണം മനസ്സിലായോ? അത് തിരിച്ചറിയണം. അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. ഒന്ന്, യേശുവിനോടുകൂടെ ഇരുന്നില്ല. യേശു വിളിച്ചവരാണെങ്കിൽ കർത്താവിനോടുകൂടെ ഇരിക്കണം, കർത്താവിനോടുകൂടെ നടക്കണം, കർത്താവിനോട് നിന്ന് പ്രാപിക്കണം. അതിനാണ് ദൈവവചനം എല്ലാ ദിവസവും ധ്യാനിക്കാൻ 1 അരമണിക്കൂറെങ്കിലും യേശുവിനോട് കൂടി ഒന്ന് ഇരുന്ന് വചനം ധ്യാനിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച ശക്തിയോടെ എഴുന്നേറ്റ് വേണം പോകാൻ. തന്നോടുകൂടെ ഇരിക്കണം ആദ്യം. പിന്നെ അയക്കുമ്പോൾ പോയി പറയണം. 2 ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം കർത്താവിൽ നിന്ന് പോകണം. യേശു ശിഷ്യന്മാരെ വിട്ടത് വെറുതെ അല്ല. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് അവരെ വിട്ടത്. രോഗികളെ സൗഖ്യമാക്കാനുള്ള അധികാരം അവർ കൊടുത്ത വിട്ടത്. ഏത് ശുശ്രൂഷയ്ക്ക് അത് ആവശ്യമാണ്. നിങ്ങളൊരു പാസ്റ്റർ ആണെങ്കിൽ ജനത്തെ പരിപാലിക്കാൻ കർത്താവ് നിങ്ങളെ ഫലമേൽപ്പിച്ചു എന്ന് ചോദിക്കണം. പ്രസ്ഥാനമല്ല, കർത്താവ്. നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ കർത്താവ് നിങ്ങളെ അധികാരം നൽകി അയക്കുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ ശോഭിക്കും, വിജയിക്കും. ശോഭിക്കാന്നൊന്നും പറയരുത്, ശുശ്രൂഷ പ്രയോജനപ്പെടും. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ, നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചാൽ നിങ്ങളിൽ നിന്ന് പഠിക്കുന്ന വ്യക്തികൾ പണിയപ്പെടും. അവർ വേലക്കാരായി മാറും. നിങ്ങളെ യേശു ക്രിസ്തു ശുശ്രൂഷ പരമേൽപ്പിച്ചു വിട്ടാൽ നിങ്ങൾ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകും. സോ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ,
അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ധരിക്കണം എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഈ സർവായുധ വർഗങ്ങൾ നമ്മൾ ധരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് സ്വർഗം തരുന്ന സർവായുധ വർഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആണ് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഞാനത് അടുത്ത ക്ലാസ്സിൽ വെച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം പകുതിയായിട്ട് നിർത്തേണ്ട, അത് ഇത്ര ആശയക്കുഴപ്പം വരാനായിട്ട്, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് സോ നിങ്ങൾ ഇതുവരെ കേട്ടതിനുള്ള സംശയങ്ങൾ ചോദിക്കാൻ 10 മിനിറ്റ് ടൈം തരികയാണ്. ഞാൻ ആ ആയുധങ്ങൾ ഓരോന്ന് തരുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. അത് പിന്നെ ഒരു ബ്രേക്ക് വരണ്ട. സോ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും വരിക, ഒരുങ്ങി വരിക. നിങ്ങൾക്കുള്ള ആയുധങ്ങളുമായിട്ടായിരിക്കും തരുന്നത്, സ്വർഗീയമായ ശത്രുവിനോട് എതിർക്കാനുള്ള ആയുധങ്ങൾ. സോ ഈ പറഞ്ഞതിൽ നിന്നുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാം. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേരെ, എല്ലാവരെയൊക്കെ ഒന്ന് കാണട്ടെ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഈ പ്രാർത്ഥന തടയുന്നത് എന്തുകൊണ്ടാണ്? സാത്താൻ തടഞ്ഞ് അല്ല, സാത്താൻ തടയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാത്താന്റെ സ്ഥാപിത ലക്ഷ്യമാണ്. പ്രാർത്ഥിച്ചു പോയാൽ പിന്നെ സാത്താന് നിൽക്കാൻ പറ്റില്ല. പ്രാർത്ഥനയിൽ നമ്മൾ വിജയിച്ചാൽ നമ്മൾ വിജയിച്ചു, ശത്രു പരാജയപ്പെട്ടു. നമ്മളോട് എതിർക്കാൻ അസൈൻ ചെയ്തിരിക്കുന്ന സകല ശത്രുക്കളും അടിയറവ് വെച്ചിരിക്കും പ്രാർത്ഥനയിൽ നമ്മൾ വിജയിച്ചാൽ. പ്രാർത്ഥന തടയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. മറുപടി തടയുന്നത് അല്ല, മറുപടി തടയാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ശ്രമിക്കും, പക്ഷെ നമ്മൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, ജയം കിട്ടുന്നത് വരെ. ശത്രു എല്ലാ നന്മയ്ക്കും വിരോധിയാണ്. എല്ലാ നന്മയും തടയാൻ ശ്രമിക്കും, പ്രാർത്ഥനയുടെ മറുപടി തടയാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ, അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത് നിങ്ങൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഒരു ഉപമ പറഞ്ഞു. ഇതൊക്കെ ശശിവരത ഓർത്തിരിക്കണം. നമ്മുടെ ആ കുറച്ച് നാളുകളിലേ ഇതുണ്ടാകത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥന തടയാൻ വരുന്ന പിശാചിനെ എതിർത്ത് ജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ വിട്ടു പോയിരിക്കും. ശത്രുവിന്റെ എതിർത്ത് നിന്നാലേ അത് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. തടയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ശുശ്രൂഷ നടക്കരുത്, മറുപടി കിട്ടരുത്, നമ്മളെപ്പോഴും കെട്ടപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് പിശാചിന്റെ ആഗ്രഹം. ഇതേ ഉള്ളൂ. ശത്രു വരുന്നത് എന്തിനു വേണ്ടിയാണ്? അറക്കാനും മുടിക്കാനും നശിപ്പിക്കാനും. അല്ലാതെ ദുഷ്ടൻ വരുന്നില്ല. അപ്പൊ ദുഷ്ടം വരുന്നത് നമ്മുടെ നന്മകൾ അറുത്ത് മുടിച്ച് നശിപ്പിക്കുക, അറക്കുക, മുടിക്കുക, നശിപ്പിക്കുക. അതിന് കഴിയാതെ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് അത് പറ്റിയല്ല, തന്റെ പദ്ധതികൾ നടക്കുകയില്ല. അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയതെന്നുകൂടെ പറയാണ്. ദൈവത്തിന്റെ പദ്ധതിയും സാത്താന്റെയും മനുഷ്യന്റെയും പദ്ധതികളൊക്കെ വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വില്ലാണ്. അത് ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. ദൈവം അത് നേരത്തെ കണ്ടിരിക്കുന്ന ഒന്നാണ്. സാത്താന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു പ്രസ്തുതിയായി മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് തന്റെ പദ്ധതികൾ ചേഞ്ച് ചെയ്തുകൊണ്ട്. നമ്മള് ഒരു വീട് പണിയാൻ തീരുമാനിച്ചു, പ്ലാൻ വരപ്പിച്ചു. അപ്പൊ എഞ്ചിനീയർ പറഞ്ഞു ഇതിന്റെ എസ്റ്റിമേറ്റ് ഇട്ടു. ഓക്കെ, 30 ലക്ഷം രൂപ, നമ്മുടെ 20 ഉള്ളൂ. സോ 30 ലക്ഷം രൂപ ഇല്ലാതെ ഈ പ്ലാന് പണിയാൻ പറ്റത്തില്ല. സോ പ്ലാൻ വെട്ടി കുറച്ചു. ഓക്കെ, നമ്മൾ മാറ്റം വരുത്തി സാഹചര്യം അനുസരിച്ച്. അത് മുനിസിപ്പാലിറ്റി കൊടുത്തപ്പോൾ ഈ പ്ലാൻ അവിടെ പാസ്സായി കിട്ടുകയില്ല. സോ അതിന് ഇന്ന മാറ്റങ്ങൾ വരുത്തുന്നു പറഞ്ഞപ്പോൾ നമ്മൾ അതും വീണ്ടും ആ പ്ലാൻ ഒന്നുകൂടെ മാറ്റി പുതിയത് വരച്ചു. ഇങ്ങനെയൊക്കെ ആണ് നമ്മൾ പ്ലാൻ മാറ്റും. ഇതുപോലെയാണ് പിശാച്. സാഹചര്യവും സമ്മർദ്ദവും പരീക്ഷണങ്ങൾ കാലങ്ങൾ അനുസരിച്ചാണ് സാത്താൻ പദ്ധതി മാറ്റുന്നത്. അതിന് തെളിവുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടി ജീവിക്കുന്നു, അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സാത്താൻ വചനം കൊണ്ടുവന്നു. വചനം എടുത്ത് കർത്താവിനെ എന്നോടുള്ള യുദ്ധം പ്രഖ്യാപിച്ചു വന്നു. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും എന്നുള്ള വചനം തന്നെ പറഞ്ഞു. അത് ചേഞ്ച് ചെയ്തു. അതിനെ ഏദെൻ തോട്ടത്തിൽ ആ പഴം പറിച്ച് തിന്നരുതെന്ന് പറഞ്ഞ പഴം തീറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. കായിനോടുള്ള ബന്ധത്തിൽ ഹാബേലിനെ കൊല്ലാനുള്ള ശ്രമം നടത്തി. അവിടെ ആ പദ്ധതി അതായിരുന്നു. ബിലയാമിനോടുള്ള ബന്ധത്തിൽ ദ്രവ്യാഗ്രഹം ഇട്ടുകൊടുത്ത് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി ഒരു ആലോചന കൊടുത്ത് പണക്കൊതിയനാക്കി മാറ്റി. ദ്രവ്യാഗ്രഹം അത് കണ്ട് ബിലയാം അങ്ങനെ പോയി. ഇങ്ങനെ ഏത് കാലഘട്ടത്തിലും ഏത് വ്യക്തിയോടുള്ള ബന്ധത്തിലും സാത്താന്റെ പദ്ധതികൾ നമ്മൾ വ്യക്തിപരമായിരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പക്ഷെ ദൈവം പദ്ധതി ഇടുന്നത് ഇട്ടാൽ ഇട്ടതാണ്.
അത് പിന്നീട് സാഹചര്യമോ കാലഘട്ടമോ വ്യതിയാനമോ ഭരണമോ ഒന്നും അനുസരിച്ച് മാറേണ്ട പദ്ധതിയല്ല നമ്മുടെ ദൈവത്തിൻ്റെ. ഞാൻ പ്രവർത്തിക്കും, ആർത്തെടുക്കും. ലോകസ്ഥാപനത്തിന് മുമ്പേ ഇട്ട പദ്ധതികൾ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ, അത് തിരിച്ചറിയാൻ പറ്റിയാൽ അത് വിജയം ഉറപ്പായിരിക്കും. അതാണ് അതിന്റെ വിജയം. ഓക്കെ, സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം 5-6 മിനിറ്റൂടെ സമയമുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓരോ ആയുധങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എന്തൊക്കെയാണ് ആയുധങ്ങൾ? ഓക്കെ, നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടോ? എന്താണ് ഈ വിഷയത്തിന്റെ നോട്ട് എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ഇല്ലെന്നാണോ പറഞ്ഞത്? എഴുതുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ റെക്കോർഡിങ് ചെയ്ത ഇത് കിട്ടിയില്ല. അത് നമുക്ക് ജോണി പാസ്റ്ററോട് ചോദിക്കാം. പാസ്റ്റർ അവിടെയാണ് റെക്കോർഡിങ്. നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടാ മതി മെസ്സേജ് കിട്ടിയില്ലെന്നുള്ളത് കേട്ടോ. ഓക്കെ, സുരേഷ് ബ്രദർ ഉണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ജോണി ജോസഫ്, നൈസി, ബൽസീന, സുരേഷ് ബാബു, ജൂലിയറ്റ്, ശശി സുമ, സുബി, സുനിൽ തോമസ്, ടിറ്റി വർഗീസ്. ഓക്കെ, അപ്പൊ നോട്ട് നിങ്ങൾ തന്നെ തരുന്ന റെഫറൻസ് വെച്ച്, സബ്ജക്ട് വെച്ച് നോട്ട് ഉണ്ടാക്കണം. നിങ്ങൾ നോട്ട് ഉണ്ടാക്കി പഠിച്ചാലേ നിങ്ങൾക്ക് നല്ല നല്ല വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടും, ഇതുപോലെ ഇതിനേക്കാൾ കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കണം. അതിന് ഈ നോട്ട്സ് നിങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. ഈ പഠിക്കുന്ന വിഷയം വെച്ച് ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ വേറൊരാളുടെ നോട്ട് നോക്കിയല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവാത്മാവ് തരുന്ന വിഷയങ്ങൾ നോട്ട് ഉണ്ടാക്കി സ്റ്റഡി ചെയ്ത്, അത് നെറ്റിൽ നിന്നല്ല വേദപുസ്തകത്തിന് സ്റ്റഡി ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. സോ ആ ശീലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമുക്ക് ബൈബിൾ ടീച്ചേഴ്സ് ആണ് വേണ്ടത്. യേശു നല്ലൊരു ടീച്ചറായിരുന്നു. റബോനി, ഗുരു എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പൗലോസിന്റെ പാഠശാല കൂലിക്കെടുത്ത വീട്ടിൽ 2 കൊല്ലം വചനം പഠിപ്പിച്ചു അനേകർ യേശുവിൽ വിശ്വസിച്ചു. ബൈബിൾ ക്ലാസ്സിലൂടെയാണ് സത്യം പറഞ്ഞ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടാകുന്നത്. ഉറച്ച വിശ്വാസികൾ വരും. വചനം പഠിച്ചു വന്നാൽ അവർ വന്നതായിരിക്കും. ബൈബിൾ ക്ലാസ് ഏറ്റവും ആത്മീയഗോളത്തിലെ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞൊരു കാര്യമായിട്ടാണ് ഇന്നുവരെ കണ്ടിരിക്കുന്നത്. തിരുത്തണം. കൺവെൻഷനും കാര്യങ്ങളൊക്കെ ഒരു ആച്ഛാദനമാണ്. ആച്ഛാദനത്തിലൂടെയൊക്കെ ആൾക്കാർ വരാം. രോഗശാന്തി കിട്ടിയാൽ അവർ പള്ളി വന്നെന്നിരിക്കാം. അതിനേക്കാൾ മറ്റൊരാവശ്യം വന്ന് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നിടത്തേക്ക് അവർ പോകും. പക്ഷെ ദൈവവചനം പഠിച്ചു വന്നാൽ അവർ വന്നതായിരിക്കും. പൗലോസ് വചനം പഠിപ്പിച്ചതിലൂടെ അനേകരും, യേശു വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ അനേക സന്ദർഭങ്ങൾ കർത്താവ് വചനം പഠിപ്പിക്കുകയായിരുന്നു. അപ്പോസ്തലന്മാർ വചനം പഠിപ്പിക്കുകയായിരുന്നു. തിരുവെഴുത്തുകളെ ദിനം പ്രതി പരിശോധിക്കുവാൻ അവസരം കൊടുത്തു. അവർ പരിശോധിച്ചു. സോ ആ ഒരു ഇത് നമ്മളിലും വരണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വിഷയത്തിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് പാസ്റ്റർ അയച്ചു തരും. അതുകൊണ്ട് നന്നായിട്ട് എഴുതുക, നന്നായിട്ട് ഒരുങ്ങുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആരെ പ്രാർത്ഥിക്കും? ശിഷ്യങ്ങള് പ്രാർത്ഥിച്ചോ? സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, എന്റെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പൽക്കാലത്തെ ബന്ധപ്പാടിന് ശേഷം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ തിരുവചനവുമായി ആയിരിക്കാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സ്തോത്രം, സ്തോത്രം. കർത്താവെ, ഈ ബൈബിൾ പഠന ക്ലാസ്സിനെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ക്ലാസ്സുകളിലേക്ക് അനേകർ ജോയിൻ ചെയ്യുവാൻ കർത്താവെ, അനേകർ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ പഠിക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം കർത്താവെ. ഈ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനങ്ങളെ കൊടുത്ത് കർത്താവെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
സ്തോത്രം. അനേകർക്ക് ആശ്വാസമായി കർത്താവിന്റെ വചനങ്ങൾ കൊടുക്കുവാനുള്ള ദൈവകൃപി അഭിഷേകവും കർത്താവിന്റെ ദാസന്റെ മേൽ പകർന്ന് കർത്താവെ അവിടുന്ന് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന് കൊടുത്ത എല്ലാ ആത്മീയ ആമേൻ ഹാലേലൂയ സ്തോത്രം കാഴ്ചപ്പാടിനുമായി നന്ദിയോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവെ ഇന്ന് ഈ ക്ലാസ്സിൽ ചേർന്നിരിക്കുന്നതായ എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നതായ വചനങ്ങൾ കർത്താവെ ആമേൻ ആത്മീയ ജീവിതത്തിന് കർത്താവെ ഹാലേലൂയ മാതൃകയാക്കി മുന്നോട്ട് പോകുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിനെന്ന വചനപ്രകാരം കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് സാത്താനോട് എതിർത്ത് നിൽപ്പാൻ കർത്താവെ ഈ ആത്മീയ യാത്ര കർത്താവെ അനുഗ്രഹമായി മുന്നോട്ട് പോകുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത കർത്താവെ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവരായി ദൈവവചനത്തിൽ ബലപ്പെടുന്നവരായി കർത്താവിനെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ 21-ാം തീയതി ഷാലോം ബുക്ക് ഷോപ്പിൽ സെന്ററിൽ എല്ലാവരും കാണണം. ധാരാളം ബുക്സുകള്, ക്രിസ്ത്യൻ ലിറ്ററേച്ചേഴ്സ്, ദൈവവചന വാക്യങ്ങള് ഒക്കെ എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. നമ്മുടെ പേഴ്സണൽ ബൈബിൾ സ്റ്റഡി ഡയറി കിട്ടും. അതുപോലെ തന്നെ തിരുവല്ലായി പോകാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒത്തിരി നമ്മുടെ ഇടയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മുടെ ഐഡാൾട്ടർ ബിൻസി സിസ്റ്ററാണ് ഷാലോം ബുക്ക് സ്റ്റോറിന്റെ പ്രൊപ്പറൈറ്റർ. സോ ഐഡാൾട്ടേഴ്സിന്റെ എല്ലാവിധ ആശംസകളും. ബിൻസി, കൺഗ്രാചുലേഷൻസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയതിലും. അതുപോലെ തന്നെ ഐഡാൾട്ടറിന്റെ എല്ലാവിധ അനുമോദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഐഡാൾട്ടേഴ്സ് എല്ലാവരും കൂടെ ഉണ്ട്. സോ എല്ലാവരും കോഴിക്കോട് വരിക. അവിടെ വെച്ച് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പലരെയും വിളിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ലഭിക്കും. കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ തന്നെ നല്ല എന്താണ് നമ്മുടെ ശശിയങ്കള സുമ സിസ്റ്റർ, എന്താണ് നമ്മുടെ സ്റ്റോറിന്റെ പേരെന്താ ഒന്നോട് പറഞ്ഞ്? പിയാൻഡ. ഓക്കെ, പിയാൻഡെ നിങ്ങൾ സന്ദർശിക്കണം. ഐഡാൾട്ടേഴ്സിന്റെ എല്ലാ പ്രോഗ്രാമുകളും എല്ലാവരും അവരെ സഹായിക്കണം. പരസ്പരം വി ആർ കോവർക്കേഴ്സ്. നമ്മുടെ എന്ത് സംരംഭം തുടങ്ങിയാലും നമ്മുടെ ആൾക്കാരോട് പറയണം. അത് വിജയിപ്പിക്കുന്നതിൽ നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ പ്രകൃതിയിലേക്ക്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ആദ്യം കൊണ്ടാക്കിയത് തോട്ടത്തിലാണ് കേട്ടോ. ഫാക്ടറിയിലല്ല, ഷോപ്പിലും അല്ല, മസ്കറ്റിലും അല്ല, കുവൈറ്റിലും അല്ല. ദൈവം മനുഷ്യനെ ആക്കിയത് തോട്ടത്തിൽ കൊണ്ടുവച്ചു. അപ്പൊ തോട്ടത്തിലെ വിവിധ ഏതേൻ തോട്ടത്തിലുള്ള വിവിധ ചെടികൾ നിങ്ങൾക്ക് പിയാൻഡയിൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതില് നന്മതിന്മ അറിവിന്റെ ആ ചെടി മാത്രം നിങ്ങൾ മേടിക്കരുത്. ബാക്കിയുള്ള എല്ലാ ചെടികളും നിങ്ങൾക്ക് മേടിച്ച് ഇഷ്ടം പോലെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. ഹൈപ്പർ ടെൻഷൻ മാറാൻ നിങ്ങൾ ചെടികളോട് സംസാരിക്കണം. അതൊക്കെ വീടിന്റെ ഉള്ളിൽ വെക്കാവുന്ന ഒത്തിരി പ്ലാൻസ് ഉണ്ട്. ഞാൻ ഐഡാൾച്ചിലുണ്ട്. അത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. സോ നമ്മുടെ എല്ലാ സംരംഭങ്ങളും പരസ്പരം നമ്മൾ കറേജ് ചെയ്യുക, പരിചയപ്പെടുത്തുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.